ഫിജിക്കാർഡ് കൊണ്ടുപോകുന്നു. ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു. എന്റെ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ ജസ്റ്റിന മാമിനെ വെൽക്കം ചെയ്യാന്നുള്ളതാണ്. ജസ്റ്റിന മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് സ്വദേശിയാണ് ആള്. കമ്പനിയിൽ നിലവിൽ സോണൽ സെയിൽസ് മാനേജറായി വർക്ക് ചെയ്യുന്നു. ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കെ പാർട്ട് ടൈമായി ഫിജിക്കാർഡ് ചെയ്ത് ഇപ്പോൾ ഫുൾ ടൈമായി നമ്മുടെ ഫിജിക്കാർഡിലേക്ക് വന്നുകൊണ്ട്, അതായത് കമ്പനിയിൽ നിന്നും ഒരു 20 ലക്ഷത്തോളം ഏൺ ചെയ്തുകൊണ്ട്, ഒരു 50,000 റൈഡർ ഫണ്ട്, അതായത് 2 വീലർ ഫണ്ട് ഏൺ ചെയ്തുകൊണ്ട്, ഇതിൽ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നു. അടുത്ത് തന്നെ 5 ലക്ഷത്തിന് കാർ ഫണ്ട് ഏൺ ചെയ്യാൻ പോകുന്ന വ്യക്തി കൂടിയാണ്. അപ്പോ എനിക്ക് എന്നുള്ള ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു ലീഡർ കൂടിയാണ്. എല്ലാം ഫുൾ സപ്പോർട്ടീവായി നിൽക്കുന്ന, കൂടെ എന്നും രാവും പകലും വിളിച്ചാൽ വിളിപ്പുറത്ത് നിൽക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡർ കൂടിയാണ്. അപ്പോൾ ഈ ഫിജിക്കാർഡ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ വന്നതുകൊണ്ട് മാത്രം ഒരു ലീഡർ എത്ര പവറായിട്ട് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ എത്ര ഏൺ ചെയ്യാൻ പറ്റുകയും ചെയ്തു. സ്വന്തമായി തന്നെ ഫിജിക്കാർഡിൽ നിന്ന് 2 വീലറും കാർ ഫണ്ടും അതുപോലെ തന്നെ കാർ ഏൺ ചെയ്ത് കഴിഞ്ഞ ആള് നല്ല രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡറിനെ വെൽക്കം ചെയ്യുന്നു. വളരെയധികം സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടിയും ആദരവോടു കൂടിയും വെൽക്കം ചെയ്യുന്നു. വെൽക്കം മാം, വെൽക്കം ടു സ്ക്രീൻ ജസീറ മാം. താങ്ക് യു മാം. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെയാണ് മാം, കണ്ടു ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. രാധാ മാഡം രാവിലെ തന്നെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. മോട്ടിവേഷൻ വേറെ ഒന്നല്ല, അടുത്ത് തന്നെ 5 ലക്ഷത്തിന്റെ കാർ ഫണ്ട് വാങ്ങാൻ പോകുന്ന വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്കിങ്ങോട്ട് കുളിര് പോയി. 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് ഒന്നല്ല. അപ്പൊ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ എനിക്കതൊരു സന്തോഷമാണ് ഇങ്ങനെ കേൾക്കുമ്പോഴേ. അപ്പോൾ എല്ലാവർക്കും അതൊരു സന്തോഷമാണോ എന്ന് എനിക്കറിയില്ല. നമ്മളറിയില്ലേ, മണി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും നമ്മുടെ ഗ്രൂപ്പിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ തന്നെ ആ 5 ലക്ഷത്തിന്റെ ഒരു ഫണ്ടിന്റെ ഒരു സംസാരം കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ല, പക്ഷെ എന്തായാലും പറഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക് യു. പുതുതായിട്ട് കേൾക്കുന്ന ആളുകൾ ഉണ്ടാവും. ഫിജിക്കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരം ഇന്നലെ ഏറ്റെടുത്ത് ഇന്ന് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ മുന്നേ വന്ന ആളുകൾ ഉണ്ടാവും. സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് ജോയിൻ ചെയ്ത ആളുകളൊക്കെ ചിലപ്പോൾ ഇന്ന് ഈ ഒരു 7am ഇരിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ വേണ്ടി ഞാൻ എന്നെ ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജസീറ എന്നാണ്, പാലക്കാട് സ്വദേശിയാണ്. ഇവിടെ രാധാ മാഡം എന്നെ പരിചയപ്പെടുത്തിയ പോലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ മേഖലയിൽ നിന്നുകൊണ്ട് കോവിഡിന്റെ ടൈമിലാണ് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരം ഏറ്റെടുത്ത് ഇന്ന് ഏകദേശം ഒരു 4 കൊല്ലം കഴിഞ്ഞ് 5ാമത്തെ കൊല്ലത്തിലേക്ക് ചുവട് വെച്ചിരിക്കുന്നു. ഈ ഒരു കൊല്ലാകുമ്പോഴേക്കും ഏകദേശം കമ്പനിയുടെ ZSM എന്ന് പറയുന്ന ഒരു റാങ്കിലേക്ക് എത്തി നിൽക്കാൻ പറ്റി. ഈ ഒരു റാങ്കിലേക്ക് എത്തുമ്പോഴും മാഡം പറഞ്ഞ പോലെ ഏകദേശം 20 മുതൽ 25 ലക്ഷത്തിന്റെ അടുത്തൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റി, പെർഫോമൻസ് ബോണസ് അടക്കം. അതിലൊരു 50,000 രൂപയുടെ റൈഡർ ഫണ്ട്, പിന്നെ അതുപോലെ ഒരു എന്താ പറയാ പെർഫോമൻസ് ബോണസുകൾ, ഇൻഷുറൻസ്, അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഉണ്ടാവുമല്ലോ. നമുക്ക് സഞ്ചരിക്കാൻ 1 or 2 വാഹനം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട്, അല്ലെങ്കിൽ നമ്മുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥലം, സ്വർണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇഷ്ടപ്പെട്ട ഭക്ഷണം, നമുക്ക് സുഖമായിട്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം എന്തായിരുന്നു വെച്ചാൽ രാവിലെ എഴുന്നേൽക്കരുത്, പുലർച്ചെ ഒരു 6-6:30 വരെ എങ്കിലും ഉറങ്ങാൻ പറ്റണം. അതെനിക്കിപ്പോൾ പറ്റുന്നുണ്ട്. കാരണം ബാക്കി ഇതിന് മുന്നേ ഉള്ള കാലഘട്ടം എങ്ങനെയാ വെച്ചാൽ പഠിക്കുന്ന സമയത്ത് 4 മണിക്ക് എണീപ്പിച്ചു വിടും. കാരണം ഒരു 10ാം ക്ലാസ് മുതൽ 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയതാണ്. ടീച്ചിങ് ജോബ് കിട്ടി ആ ജോലിക്ക് പോകുന്ന സമയത്ത് പോലും 4 മണിക്ക് എഴുന്നേറ്റപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും പറയുമല്ലോ, നന്നായി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ നമുക്ക് ജീവിക്കാം. ഇല്ലെങ്കിൽ ആരാൻ്റെ അടുക്കളയിൽ പോയിട്ട് പാത്രം കഴുകി കഷ്ടപ്പെടേണ്ടി വരും. ഈ ആരാൻ്റെ അടുക്കളയിൽ പോയി പാത്രം കഴുകി കഷ്ടപ്പെടേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് പഠിച്ചതാണ് ഞാൻ. പക്ഷേ അത് കഴിഞ്ഞ് സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ഇന്ന് വരെ പാത്രം കഴുകിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ബേസിക് ആവശ്യം. അപ്പോൾ അത് നമ്മുടെ നിത്യ തൊഴിലാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു ബോധമൊക്കെ വന്നത് കുറച്ച് കാലത്തിന് ശേഷമാണ്. പക്ഷേ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും ആഗ്രഹം അതായിരിക്കും, നല്ല ഭക്ഷണം നമ്മൾ കുക്ക് ചെയ്യാതെ ഫുഡ് നമ്മുടെ വീട്ടിലേക്ക് എത്തുക. നമുക്ക് ആരെങ്കിലുമൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ചായ റെഡിയാക്കി വെക്കുക, ഭക്ഷണം റെഡിയാക്കി വെക്കുക, അത് നന്നായി കഴിക്കുക, സുഖമായി കിടന്നുറങ്ങുക, കടമില്ലാതെ ജീവിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, 4 ആളുടെ മുന്നിൽ നല്ല അഭിമാനത്തോട് നിൽക്കുക, ദാരിദ്ര്യമില്ലാതിരിക്കുക. ഇതൊക്കെ ഏതൊരു മനുഷ്യനും ബേസിക് ആയിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ. ഞാനും ഈ മേഖലയിൽ വരുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ജോലിക്ക് കയറിയത്. പക്ഷെ അവിടെ എനിക്കത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഫിജിക്കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരം എനിക്ക് ഈ പറയുന്ന സാധനമൊക്കെ തന്നു.
ഇതിനെയല്ലേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? നമുക്കിഷ്ടമുള്ളപ്പോൾ ഉറങ്ങാനും ഇഷ്ടമുള്ളപ്പോൾ എണീക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള സമയത്ത് സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും ഈ പറയുന്ന സാധനത്തിനെയല്ലേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ലേ? ഒരു ബോസ് ഇല്ല, ലീവ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആരുടെയും പെർമിഷൻ ചോദിക്കണ്ട, അല്ലേ? റിക്വസ്റ്റ് ചെയ്യണ്ട, ഒരാളുടെയും കറുത്ത മുഖം കാണണ്ട, നമുക്ക് വെയ്യാന്ന് തോന്നിയാൽ കിടക്കാം, നിർബന്ധമായിട്ടും ഇന്നത് ചെയ്യണം ഇന്ന ദിവസം എന്നുള്ള സാധനം ഇല്ല, അല്ലേ? ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വവും ഓണർഷിപ്പും ഒക്കെ ആർക്കാ വരുന്നത്? നമുക്ക്, അല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു മേഖല ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖല വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യണോ വേണ്ടയോ? ആദ്യത്തെ ചോദ്യം അതാണ്. അങ്ങനെ ഒരു മേഖല ഉണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ആ മേഖല ഏറ്റെടുക്കുകയും പ്രവർത്തിക്കുകയും അതിൽ നിന്ന് കിട്ടാവുന്ന ബെനിഫിറ്റുകളൊക്കെ വാങ്ങിയെടുക്കുകയും ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. 100% വേണം, അല്ലേ? ഇവിടെ കൗസല്യ മേഡം പറയുന്നുണ്ട് വേണം, അല്ലേ? അങ്ങനെയെങ്കിൽ ഈ പറയുന്ന വരുമാനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നാലാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്വാതന്ത്ര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് കാശ് വന്നാൽ മാത്രമാണ് നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. ഞാൻ ഏതൊരു സിനിമയില് ഒരു ഡയലോഗ് കണ്ടു, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു തായ്ക്കിളവി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്. ആ സിനിമ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ സീരിയസ് ആയിട്ട് നിങ്ങൾ ആ സിനിമ കാണണം. സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഒരു ഫിലിമാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി ലേഡീസ് കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ് ഒരു ഫിലിം. ആ ഫിലിമിന്റെ ലാസ്റ്റ് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതായത് അവരുടെ ഗ്രാമത്തിലെ ഏറ്റവും കാശുള്ള വീട് ആ വീടാണ്, അവരുടെ ഗ്രാമത്തിലെ ഏറ്റവും സ്വർണമുള്ള വീട് ആ വീടാണ്. സ്ത്രീയുടെ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു എന്താ പറയാ ഇതുള്ള വീട്, അതായത് സ്ത്രീയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വീട് ആ വീടാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ മാത്രമേ 4 ആള് നമ്മളെ വില വെക്കുള്ളൂ, അല്ലെ? നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ പല ഭാഗങ്ങളിലും ഇൻസൾട്ട് ചെയ്യപ്പെട്ട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെ? അതേപോലെ പറയുന്ന ഒരു സാധനമാണ് നമ്മുടെ അതിലൊരു ഡയലോഗാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമായിട്ടുള്ള ഒരു സാധനം. അതിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ കാശുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ നല്ലത് പറയാനും നമ്മുടെ കൂടെ നിൽക്കാനും എല്ലാത്തിനും നമ്മുടെ കൂടെ എന്തുണ്ടാവും? ആളുകളുണ്ടാവും. നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഫാമിലിയിലൊക്കെ ഏറ്റവും കൂടുതൽ കാശുള്ള ആളുകളെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ ആളുകളുണ്ടാവും. ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെ പുച്ഛിക്കാനാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ നേരെ തിരിച്ചല്ലേ വരേണ്ടത്? സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുകയും മറ്റുള്ള ആളുകൾ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ എന്ന് വിടാനല്ലേ നമ്മൾ നോക്കേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാ വരിക, അല്ലേ? അതാണ് മണിയുടെ പവർ എന്ന് പറയുക. മണിയുടെ പവർ എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഫിലിമില് ലാസ്റ്റ് ഒരു ഡയലോഗ് ഉണ്ട്, കേൾക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് പോയിട്ടൊന്ന് കേൾക്കണം. എന്താണ് അവര് ആ പറയുന്ന ഒരു ഡയലോഗ്? അത് ഒന്ന് അറിവാണ്. അറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും വിജയിച്ച് നിൽക്കാൻ പറ്റും. അറിവില്ലായ്മ മാറ്റിക്കൊണ്ട് അറിവ്. രണ്ടാമത്തെ അത് ആ അറിവ് ഉപയോഗിച്ച് പണം സമ്പാദിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ 2 സാധനം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണത്. അപ്പൊ അത് കണ്ട സമയത്ത് എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സജസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനം കൂടിയാണ്. ഞാനത് ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് വളരെ അഭിമാനത്തോടു കൂടിയാണ് നെക്സോറയുടെ 7 AM ഇരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സബിത മാഡം ഇന്ന് 1 കോടി രൂപയുടെ ചെക്ക് വാങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് അക്കൗണ്ടിൽ കയറിയിട്ടുള്ള വലിയ അഭിമാനമായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് തോന്നും അവർക്കല്ലേ കിട്ടിയത്, നമുക്ക് എന്താണ് തോന്നുന്നത്, അല്ലേ? നാളുകളിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഫണ്ടാണ് ഈ പറയുന്ന സാധനം, അല്ലേ? ഏറ്റവും നല്ല മാനേജ്മെന്റ്, പറയുന്ന വാക്ക് പാലിക്കുന്ന മാനേജ്മെന്റ് എന്ന് കാണിച്ചു തരുന്ന മൊമെന്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ വളരെ അഭിമാനവും അതുപോലെ തന്നെ ഈ ഒരു അവസരം സബിത മാഡത്തിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു 7 AM സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ ഫിജിക്കാട്ട് എങ്ങനെ വിജയിക്കാം,
അല്ലെങ്കിൽ ഫിജി കാർഡിൽ ഈ പറയുന്ന സബിത മാഡം വാങ്ങിയിട്ടുള്ള പോലെ ഏകദേശം 4.5 കോടി രൂപ ബൈനറിയും 1 കോടി രൂപ ഈ പറയുന്ന ഫണ്ടും ഒക്കെ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതായിരിക്കും ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും ചിന്ത എന്ന് പറയാം അല്ലെ. അല്ലെങ്കിൽ നമുക്കത് നടക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഏറ്റവും ഈസി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഫിജി കാർഡ് എന്ന് പറയുന്നത് വളരെ ഈസിയും അതേപോലെ തന്നെ വളരെ സിമ്പിളുമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. വളരെ ഈസിയും വളരെ സിമ്പിളുമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഫിജി കാർഡ്. ഞാനിത് പറയുന്ന ആ സമയത്ത് കുറെ ആളുകൾ ഇങ്ങനെ മൈൻഡിൽ വിചാരിക്കുന്നുണ്ടാവും, അത്ര ഈസി ഒന്നല്ല മാഡം പറയുന്ന പോലെ ഒന്നല്ല, നിങ്ങളൊക്കെ റാങ്കിൽ എത്തിയത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യുക തോന്നുന്നുണ്ടാവുക, ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഈസി ഒന്നും തോന്നുന്നില്ല എന്നായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഫിജി കാർഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുമാണ് ഫിജി കാർഡ്. ഒരൊറ്റ കാര്യം മാത്രം ശരിയായാൽ മതി, മൈൻഡ്. അതായത് ഫിജി കാർഡിൽ വിജയിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മൈൻഡ് ഗെയിമാണ്. മനസ്സിന്റെ കളിക്കാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം, അല്ലാതെ നമ്മുടെ കഴിവുകൾക്കോ ഒന്നുമല്ല. ചിന്തകൾക്കും നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ മൈൻഡും, ഈ 3 സാധനം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരം വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഇത് നിങ്ങൾ കുറെ ആളുകൾക്ക് ഇപ്പൊ കത്തിയിട്ടുണ്ടാവും, കുറെ ആളുകൾക്ക് ഇത് കത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇതെങ്ങനെയാണ് മൈൻഡ് ഗെയിം ആവുന്നത് അല്ലെ? നമ്മുടെ ചിന്ത തെറ്റിയാൽ ഫിജി കാർഡ് തെറ്റൂലേ? നമ്മുടെ ചിന്ത തെറ്റിയാൽ ഫിജി കാർഡ് തെറ്റും. നമ്മുടെ പ്രവർത്തനം തെറ്റിയാൽ ഫിജി കാർഡ് തെറ്റും. നമ്മുടെ വാക്കുകൾ തെറ്റിയാൽ ഫിജി കാർഡ് തെറ്റും. നമ്മുടെ ഇമോഷൻസ് തെറ്റിയാൽ ഫിജി കാർഡ് തെറ്റും. അങ്ങനെ ഈ 4 എണ്ണം കൺട്രോൾ ചെയ്യുന്നത് ആരാ? മനസ്സാണ്. ചിന്ത കൺട്രോൾ ചെയ്യുന്നത് മനസ്സാണ്, വാക്കുകൾ കൺട്രോൾ ചെയ്യുന്നത് മനസ്സാണ്, ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് മനസ്സാണ്, ഇതെല്ലാം ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത് മനസ്സാണ്. അപ്പൊ ഇവിടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് അവസരം വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളെ ഇനിയിപ്പോ ഞാൻ സൈക്കോളജി പഠിക്കണമെന്ന്, സൈക്കോളജി ഒന്നും പഠിക്കണ്ട, മനുഷ്യനെ പഠിച്ചാൽ മതി. സൈക്കോളജി പഠിക്കണ്ട, മുന്നിൽ വന്നിരിക്കുന്ന മനുഷ്യനെ പഠിച്ചാൽ മതി. ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും അവനവന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഈ ഒരു ബിസിനസ്സിലൂടെ നേടിയെടുക്കാനാണ്. അപ്പൊ നമ്മുടെ കൂടെ ഈ ബിസിനസ്സിൽ നമ്മൾ വരാൻ താല്പര്യപ്പെടുന്ന, അതായത് നമ്മൾ പ്രസന്റേഷൻ കൊടുക്കാൻ പോകുന്ന ഒരു വ്യക്തി ഉണ്ടാവും അല്ലെ, നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോസ്പെക്ട്. ഞാൻ ലിസ്റ്റിങ്ങും പ്രോസ്പെക്റ്റിംഗ് ഒന്നും പറയുന്നില്ല, കാരണം അതൊക്കെ നിങ്ങളുടെ ടീമുകളിൽ നിങ്ങൾക്ക് പറയുന്നുണ്ടാവും. എല്ലാ ലീഡേഴ്സും പറയുന്ന കാര്യമാണ് നമ്മൾ ഫിജി കാർഡിൽ എന്തൊക്കെ പ്രൊസീജിയറിലൂടെ പോകണം എന്നല്ലേ, നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും. നമ്മുടെ കോണ്ടാക്ട്സ് ലിസ്റ്റ് ഉള്ള ആളുകളെ ഉൾപ്പെടുത്തണം, അതിനൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകൾക്ക് പ്രസന്റേഷൻ കൊടുക്കണം എന്നുള്ളത് അല്ലെ. ഇതുവരെ കറക്റ്റ് ആയിട്ട് എല്ലാവരും ചെയ്യും. എവിടെ അത് ചെയ്യാത്ത ആളുകളും ഉണ്ട് കേട്ടോ. ലിസ്റ്റ് ഇടാൻ പറഞ്ഞാൽ ലിസ്റ്റ് ഇടാത്ത ആളുകളുണ്ട്. കാരണം എൻ്റെ ലിസ്റ്റിലുള്ള ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നാലോ അല്ലെ, അവർക്ക് എന്തെങ്കിലും നാളെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് വന്നാലോ എന്ന് ചിന്തിച്ചിട്ട് ലിസ്റ്റ് ഇടാത്ത ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ 100% വിജയിക്കും, കാരണം അവര് വരില്ലല്ലോ. അപ്പൊ പിന്നെ എന്തായാലും വിജയിക്കും. ലിസ്റ്റ് ഇടാത്ത ആളുകളുണ്ട്, തോന്നുന്ന ആളുകളോട് പറയുന്ന ആളുകളുണ്ട്, സേഫ് സോൺ കളിച്ചിട്ട് നാട്ടിലുള്ള വഴി കൂടെ പോകുന്ന ആളുകൾക്ക് പ്രസന്റേഷൻ കൊടുത്ത് അവര് വന്നിട്ട് നമ്മൾ വിജയിക്ക അല്ലെ. വിജയ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കിട്ടിയ ബസ്സിൽ കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റൂല. അതിന് അവിടെ പോകുന്ന ബസ്സിൽ എന്ത് ചെയ്യണം, കയറണം അല്ലെ. തമിഴിലാണ് പറയേണ്ടത്, ഞാനത് മലയാളത്തിൽ പറഞ്ഞത് മാത്രം. അതേപോലെയാണ് ഇവിടെ നമുക്ക് ഈ കമ്പനിയുടെ NSTM എന്ന റാങ്കിൽ എത്തണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ട് നമുക്ക് NSTM ആവാൻ പറ്റൂല. നല്ല കഴിവുറ്റ മികവുള്ള നമ്മുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെക്കാൾ മികച്ച രീതിയിൽ ഈ ഒരു ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ NSTM എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്താനും 4.5 കോടി രൂപ നമുക്ക് വാങ്ങിയെടുക്കാനും പറ്റുള്ളൂ. അത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള റാങ്ക് മുതൽ അതിനു വേണ്ട പരിശ്രമങ്ങൾ തുടങ്ങണം. ഒരു മാസം ഒരു 5,000, 10,000, 20,000, 30,000 ഒതുങ്ങുന്ന ഒരു സ്വപ്നത്തേക്കാൾ കൂടുതലായിട്ട് ആ ഒരു പൊസിഷനിലേക്ക് എത്തണം. ഇപ്പൊ ഈ നിങ്ങൾ നോക്കിയാൽ മതി, കഴിഞ്ഞ ഫണ്ടുകളൊക്കെ വാങ്ങിയ ആളുകള് 1 കൊല്ലം കൊണ്ട് അല്ല ആ പൊസിഷനിൽ എത്തിയത്, ആണോ? 2 കൊല്ലം കൊണ്ടല്ല ആ പൊസിഷനിൽ എത്തിയത്, 3 കൊല്ലം കൊണ്ടല്ല ആ പൊസിഷനിൽ എത്തിയത്, അല്ലെങ്കിൽ ആ ഫണ്ട് വാങ്ങിയത്.
സ്വപ്ന മാഡോ സബിത മാഡിയോ 4 കൊല്ലം കൊണ്ടല്ല ആ പൊസിഷനിൽ എത്തിയത്. 5ഉം 6ഉം 7ഉം കൊല്ലം എടുത്തിട്ടാണ് NSTM എന്ന റാങ്ക് വരെ എത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ മിനിമം എത്ര കൊല്ലമെങ്കിലും ഫിജിക്കാർട്ട് എന്ന ബിസിനസ് അവസരം കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നേ സഞ്ചരിച്ചിട്ടുള്ള നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും. അപ്പൊ ഏകദേശം എല്ലാ ആളുകൾക്കും ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് വന്ന് നാളെയോ മറ്റന്നാളെയോ കോടീശ്വരനാവാൻ നമുക്ക് പറ്റില്ല. നമുക്ക് കോടീശ്വരനാവണം എന്നുണ്ടെങ്കിൽ ഒരു 50ഓ 30ഓ കൊല്ലം പണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു 7 കൊല്ലം സ്ഥിരമായി ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരം പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്താൽ വിജയിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു മൈൻഡ് ഗെയിം ആണെന്ന്, അല്ലെ? എങ്ങനെയാണ് ഇത് മൈൻഡ് ഗെയിം ആവുന്നതെന്നല്ലേ? നമ്മുടെ പ്രോസ്പെക്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളെ വേണം നമ്മൾ ഈ ബിസിനസ്സിൽ ചൂസ് ചെയ്യാൻ. അപ്പൊ അടുത്ത ചോദ്യമാണ്, നിങ്ങളിൽ എത്ര ആളുകൾ പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ട്? അപ്പൊ അതിനർത്ഥം നമ്മൾ ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളാണ് എന്നല്ലേ? അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളെ സെലക്ട് ചെയ്ത് നമ്മൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്ര ആളുകൾ പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ട്? നിങ്ങളോട് ഒരു വ്യക്തി നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 4 ആള് നെഗറ്റീവായിട്ട് ഫിജിക്കാർട്ടിനെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന പ്രസന്റേഷനിൽ ഒരു 20 പേര് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല, ഞാൻ അടുത്ത ആളോട് പറയും എന്നാണോ പറയുക? അതോ എനിക്ക് വേണ്ട, ഞാൻ ഈ ബിസിനസ് നിർത്തുകയാണ്, എനിക്കൊന്നും നടക്കുന്നില്ല എന്നാണോ നിങ്ങൾക്ക് ചിന്ത വരിക? എങ്ങനെയാ ചിന്തിക്കുക? എനിക്കെന്താ നടക്കാത്ത, എനിക്ക് മാത്രം ഒന്നും നടക്കുന്നില്ല, എന്നെ ഒപ്പം വന്ന ആളാണ് മറ്റവൾ, അവൾക്കെല്ലാം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ അല്ലേ എൻ്റെ അപ്ലൈൻ്റെ ഒരു സുഖം, ഞാനിവിടെ സെയിൽ വെക്കുക, അവൾ ഇങ്ങനെ കയറിപ്പോവുക അല്ലേ, സുഖാണ് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ഉറപ്പാണ് നമ്മൾ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ അതെങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുക അല്ലേ? നമ്മൾ 20 പ്രസന്റേഷൻ കൊടുത്തു, 20 പേരും വന്നില്ല. 30 പ്രസന്റേഷൻ കൊടുക്കുക, 30 ആളും വന്നില്ല. 40 പ്രസന്റേഷൻ കൊടുക്കുക. അപ്പൊ ഈ ഓരോ പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം പറഞ്ഞ ആളോട് പറഞ്ഞ അതേപോലെയാണോ 40ാമത്തെ ആളോടും പറഞ്ഞത്? അതേപോലെ ആണെങ്കിൽ നമ്മളൊന്ന് മാറ്റി പിടിക്കണം. 41ാമത്തെ ആൾക്ക് 41ാമത്തെ ആളിന്റെ സാഹചര്യം എന്താണോ, 41ാമത്തെ ആളിന്റെ ആവശ്യം എന്താണോ, ആ ആവശ്യം അറിഞ്ഞു വേണം ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരം കൊടുക്കാൻ. ഏതാണോ വ്യക്തി, ആ വ്യക്തിയുടെ ആവശ്യം അല്ലെ? എല്ലാവർക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും. ഇവിടെ ഇരിക്കുന്ന റസ്യാബി മാമിന് വേറൊരു ആവശ്യമായിരിക്കും, രാമകൃഷ്ണൻ സാറിന് വേറൊരു ആവശ്യമായിരിക്കും, രാധാ മാഡത്തിന് വേറൊരു ആവശ്യമായിരിക്കും, രാധിക മാഡത്തിന് ഈ ബിസിനസ്സിൽ വരുന്നത് വേറെ ആവശ്യമായിരിക്കും. രാമകൃഷ്ണൻ സാറിന് ഒരു വീടാണ് ആവശ്യമെങ്കിൽ ചിലപ്പോൾ രാധാ മാഡത്തിന് മാസം ഒരു 10,000 ആയിരിക്കും. ചിലപ്പോൾ റഷീദ മാഡത്തിന് ഇത് രണ്ടും ആയിരിക്കില്ല, സ്വന്തമായിട്ടൊരു വാഹനമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന റെഡ്മി 9.i അല്ലെങ്കിൽ രമ്യ എന്ന് പറയുന്ന കുറെ ആളുകളെ കാണുന്നുണ്ട്, ഫോണിന്റെ പേരിലൊക്കെ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. അവരുടെ ആവശ്യം ചിലപ്പോ ആളുകളായിരിക്കും. ചില ആളുകൾക്ക് എനിക്ക് ആരും ഇല്ല എന്നുള്ള തോന്നലായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞ ബിസിനസ് അവസരം ഏറ്റെടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഓരോ വ്യക്തികൾക്കും പ്രസന്റേഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് കോടികൾ കിട്ടും, ലക്ഷങ്ങൾ കിട്ടും, വീട് വെക്കാം, കാറ് വാങ്ങാം, അതായിരിക്കില്ല. ആളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തനുസരിച്ചിട്ടുള്ള പ്ലാനാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. പ്രവീണ മാഡത്തിന് മക്കളുടെ വിദ്യാഭ്യാസമോ ഒരു 4 കൊല്ലം കഴിഞ്ഞാൽ കെട്ടിക്കേണ്ട മക്കളാണ് ആവശ്യമെങ്കിൽ അതാണ് ഫിജിക്കാർട്ട് കൊണ്ട് അവർക്ക് നേടിയെടുക്കാൻ പറ്റുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ഞാനിവിടെ പറഞ്ഞത്, ഇത് മുന്നിലിരിക്കുന്ന ആളുടെ മനസ്സ് വായിക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരം വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് ഇതൊരു മൈൻഡ് ഗെയിം ആണെന്ന് പറയാൻ, അല്ലേ? അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ആവശ്യം ഇതാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തത് എന്താ? അവരോട് പറയേണ്ട ഡയലോഗ്. അതാണ് ഞാൻ പറഞ്ഞത്, പിന്നെ പറയേണ്ടത് ചിന്തിച്ചിട്ടാണ് പറയേണ്ടത്, അല്ലേ? എന്താണ് ചിന്തിച്ചിട്ട് പറയേണ്ടത്? രാജു സാറിന് ഈ ബിസിനസ്സിൽ നിന്ന് അവസരം, രാജു സാറിന് കടമുണ്ട്, ആ കടം വീട്ടലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് രാജു സാറിന് എത്ര കടമുണ്ടോ ആ കടം ഏത് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ രാജു സാറിന് അത് തീർക്കാൻ പറ്റും, അതിന് എത്ര സമയം വേണ്ടി വരും എന്നുള്ളതാണ്, അല്ലെ? ഒരു പക്ഷെ രാജു സാറിന് ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള പൈസ ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ അറേഞ്ച് ചെയ്യാനുള്ള മാർഗം ആര് കണ്ടെത്തും? രാജു സാർ കണ്ടെത്തും, അല്ലെ? പകരം നമ്മൾ ഇവിടെ എങ്ങനെയാണ്, രാജു സാറ് വന്നിട്ട് വേണം എനിക്കൊരു 25 SP കിട്ടിയിട്ട്
എനിക്കൊരു 450 രൂപ കയറാൻ എന്തെങ്കിലും പറഞ്ഞ് രാജു സാറിനെ ഈ ഒരു ബിസിനസ്സിലേക്ക് കയറ്റണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ 100% ഞാൻ പറയാം, നമുക്കൊരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോവല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, രാജു സാറിനെ എങ്ങനെങ്കിലും കൊണ്ടുവരണം, എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആവശ്യം. അതൊരു ആവശ്യമാണെങ്കിൽ കൂടി അതല്ല നമ്മുടെ ആദ്യത്തെ ആവശ്യം. നമ്മുടെ ആദ്യത്തെ ആവശ്യം എന്തായിരിക്കണം, വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഫിജിക്കാർട്ട് എന്ന ബിസിനസ് അവസരം അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ആദ്യത്തെ പ്രൈമറി നീഡ് എന്ന് പറയുന്നത്. മറ്റൊരാളുടെ പ്രൈമറി നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ നീഡ്സും ഇവിടെ ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ആവും. അതാണ് ഫിജിക്കാർട്ടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുക. നമ്മുടെ കൂടെ വന്ന ചില ആളുകൾ ചിലപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കില്ല. ഇപ്പോഴല്ലേ കേൾക്കാത്ത, കുറച്ച് കഴിയുമ്പോൾ എന്തായിക്കോളും, നമ്മളൊരു റാങ്കിലേക്ക് കയറുമ്പോൾ ഇവര് നമ്മൾ പറയുന്നത് കേട്ടോളും, അല്ലെ? നമ്മൾ അവരെ നോക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാങ്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്കൊരു 100 പേരുടെ കോണ്ടാക്ട്സ് ഉണ്ട്. അതിലൊരു 10 ആളോട് പറഞ്ഞു, നിങ്ങൾക്കൊരു 5 ആള് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്നു, അല്ലെങ്കിൽ ഒരു 3 ആള് ബിസിനസ്സിലേക്ക് വന്നു, പിന്നീട് നമ്മൾ അവരുടെ കോണ്ടാക്ട്സ് നമ്മുടെ കോണ്ടാക്ട്സും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, അല്ലെ? അങ്ങനെയാണെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ്ലി നമ്മുടെ പേഴ്സണൽ പ്രസന്റേഷൻ കൂടി നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ കൂടെ വന്ന ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ടീം ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇവിടെ ഇന്ന് ഞാൻ പറഞ്ഞു കേൾക്കാറുള്ള ഒരു പരാതി, എൻ്റെ കൂടെ വന്ന ആരും വർക്ക് ചെയ്യുന്നില്ല മാഡം. അപ്പൊ നിങ്ങളോ? അല്ല, ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് വർക്ക്? എൻ്റെ കൂടെ വന്ന ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക, അതാണ് എൻ്റെ വർക്ക്. അതല്ല നമ്മുടെ വർക്ക്. നമ്മുടെ വർക്ക് എന്താ? നമ്മുടെ സ്വന്തം പ്രസന്റേഷൻ കൊടുക്കുക, സെയിൽ ഓപ്പൺ ആക്കുക, അത് വെച്ച് ടീം ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ കൂടെ വന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ലക്ഷ്യങ്ങളിലേക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ ബേസിക് നീഡ്സിലേക്കും എത്താൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഫിജിക്കാർട്ടിന്റെ ശരിക്കുള്ള റിയൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ 100% നിങ്ങളുടെ ടീം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അങ്ങനെയാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ നിങ്ങൾ നാളത്തെ വലിയൊരു സക്സസ്ഫുൾ ലീഡറാണ്. അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആവാൻ പരിശ്രമിക്കുക തന്നെ വേണം, അല്ലെ? ഒരു പക്ഷെ ചിലപ്പോൾ നമുക്കത് പറ്റൂല, അല്ലെ? ഞാൻ പറഞ്ഞില്ലേ, മൈൻഡ് ഗെയിം ആണ് ഇത്. അടുത്തത് ഒരു സർവീസ് ഗെയിം കൂടിയാണ്, ഒരു സർവീസ് ഓറിയന്റഡ് ആണ്. നമ്മൾ കൃത്യമായി പ്രൊഡക്റ്റുകൾ എത്തിക്കുക, എത്താത്ത ആളുകളെ നമുക്കൊന്ന്, ഇപ്പൊ ചില ആളുകൾ ഉണ്ടാവില്ലേ, കറക്റ്റ് ടൈമിന് ഞാൻ പറഞ്ഞ സാധനം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും പറയുന്ന ആളുകളുണ്ട്. അവരൊന്ന് ചൂടായി സംസാരിക്കുമ്പോൾ നമ്മളും തിരിച്ച് അതേ നാണയത്തിൽ ചൂടായി സംസാരിച്ചാൽ എന്ത് സംഭവിക്കും? റസിയാബി മാമിന് കുറച്ച് പ്രൊഡക്റ്റ് കിട്ടാണ്ട് റസിയാബി മാം എന്നെ വിളിച്ചിട്ട്, ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചു, നിങ്ങൾ 15 ദിവസം എന്നല്ലേ പറഞ്ഞത്, ഇതിപ്പോ 45 ദിവസമായി, ആദ്യത്തെ 2 കിട്ടിയുള്ളൂ, ബാക്കിയൊന്നും കിട്ടിയില്ല, നിങ്ങൾ എന്നെ പറ്റിച്ചാണെന്ന് പറഞ്ഞ് കുറെ ഒരു 3-4 പ്രാവശ്യം എന്നെ വിളിച്ച് പ്രാന്താക്കി. ഞാൻ അപ്പൊ അതേപോലെ എന്ത് ചെയ്തു, റസിയാബി മാമിനെ നിനക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞാണെങ്കിൽ എൻ്റെ ഒരു ടീം പോയി, അല്ലേ? റസിയാബി മാം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആളുകളും എൻ്റെ കയ്യിൽ നിന്ന് പോയി. പകരം പറയാണ്, മാഡം അവിടെ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ മാഡത്തിൻ്റെ സാധനത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്, അവിടെ എത്തിക്കുന്നുണ്ട്, നമ്മളത് ഫോളോ അപ്പ് എടുക്കുന്നുണ്ട്, ചെറിയ എന്തൊരു പ്രശ്നമാണ് തോന്നുന്നു എന്ന് പറഞ്ഞ് ഞാൻ റസിയാബി മാമിനെ കൺവിൻസ് ചെയ്ത് ആ പ്രൊഡക്റ്റ് വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് അവരോട് ഈ ബിസിനസ് പ്ലാനിനെ കുറിച്ച് ഒന്നുകൂടി ആധികാരികമായി സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ റസിയാബി മാം വഴി വലിയൊരു ടീമിനെ സൃഷ്ടിക്കാൻ സാധിക്കും, അല്ലേ? പകരം നമ്മളവിടെ ചൂടായാൽ പല ടീമിലും നടക്കുന്നതാ, എന്നെ വിളിച്ച് പ്രാന്താക്കുകയാണ്, എനിക്കൊന്നും കിട്ടിയില്ല പറയാണ്, നിന്റെ ആൾക്കാർ എനിക്ക് ഇട്ട് തരാൻ പറയാണ്, എന്നെ അങ്ങനെ ആക്കുകയാണ്, എന്നെ ഇങ്ങനെ ആക്കുകയാണ്, അല്ലേ? അവരുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്കവിടെ കിട്ടും, അല്ലേ? അപ്പൊ ഇതൊരു സർവീസ് കൂടി നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. നമ്മളൊരു സർവീസ് കൂടി അവിടെ നിന്നുണ്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സർവീസും കൂടിയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ കൊടുക്കേണ്ടത്, അല്ലേ? ഇനി അടുത്ത ഒരു സെഷൻ ആളുകളുണ്ട് നമുക്ക് ചുറ്റും, ഈ പാർട്ട്നേഴ്സും ലീഡേഴ്സും ഒന്നും അല്ലാതെ നമ്മുടെ വീട്ടില് ഫിജിക്കാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെ? ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് നമ്മളെ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്ലൈനോ ഡൗൺലൈനോ ഒന്നുമല്ല,
ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ വരുന്നത് നിങ്ങളുടെ ഒരു പേഴ്സണൽ, ഒരു പക്ഷെ ആരും അറിയാത്ത ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചോളം എനിക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. നമ്മൾ ആരോടും പുറത്ത് പറയാത്ത, നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ കയ്യിൽ പൈസ വന്നാൽ എങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, നമ്മൾ ഒരുപക്ഷെ പൈസ ഇല്ലാത്തത് കൊണ്ട് കുഴിച്ചു മൂടിയിട്ടുള്ള നമുക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഏത് ഏജിലുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തിട്ടാവും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. എനിക്ക് ഇത്ര രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറയുന്ന ഒരു ആഗ്രഹം നമ്മൾ ഉറക്കി കിടത്തിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അല്ലേ? നമ്മളത് ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ നമുക്കും, ചിലപ്പോൾ നമ്മളത് മറന്നും, ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുള്ള ഒരു ആഗ്രഹവും സ്വപ്നമൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വരുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ പുറത്തുള്ള ആളുകൾ, അതായത് നമ്മുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നമ്മുടെ വൈഫ്, നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇവർക്കൊന്നും ഒരുപക്ഷെ ഈ ആഗ്രഹങ്ങളൊന്നും അറിയില്ല. നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല, അവർക്ക് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലെ? നമ്മൾ ഫിജി കാർഡിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ തുടക്കത്തിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുന്ന ഒരു സാധനമാണ് എന്ത്? നെഗറ്റീവ്സ്. നിനക്ക് വട്ടാണ്, നിനക്ക് പ്രാന്താണ്, വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ, എന്തിനാ ആളെ പറ്റിച്ച് ജീവിക്കണത്, ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നീ എന്തിനാ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്, അല്ലേ? വേറെ പണിയൊന്നുമില്ലേ, ബോബി ചമ്മണ്ണൂരിന് ഭ്രാന്താണ്, അത് കേട്ട് തുള്ളാൻ വേറെ കുറെ എണ്ണം, നാട്ടുകാരെ മൊത്തം പറ്റിക്കാൻ ആൾക്കാർ ഇറങ്ങിക്കാണ്, ഇതൊന്നും കിട്ടില്ല, ആദ്യം വന്നവർക്കൊക്കെ കിട്ടും, പിന്നെ വന്നവർക്കൊന്നും കിട്ടില്ല, ഇപ്പൊക്കെ കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ കിട്ടില്ല, അല്ലേ? ഇങ്ങനെ തുടങ്ങിയ ഏകദേശം ഒരു 10-12 ഡയലോഗ് അത്ര വരുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കൊന്നും എന്ത് ചെയ്യില്ല, പോവില്ല. ഇത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത് നിങ്ങൾ ആരോടെങ്കിലും പ്ലാന് പറയാൻ പോയപ്പോ വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ ഒക്കെ വെൽ ഡൺ മിസ്റ്റർ ഓമന മാഡം അല്ലെങ്കിൽ മിസ്സസ് ഓമന മാഡം, നിങ്ങൾ നല്ലൊരു സംരംഭമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, വലിയ വിജയത്തിലെത്തട്ടെ, ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, അല്ലേ? സുനിത മാഡത്തിന്റെ അടുത്ത് ആരെങ്കിലും, സുനിത മാഡം ഫിജി കാർഡ് ചെയ്യുന്നുണ്ടല്ലേ, ഞാനും വരുന്നുണ്ട്, ഞാനും വിചാരിച്ചിരിക്കരുത് ഇത് ചെയ്യണമെന്ന്, മാഡം ചെയ്തോണ്ട് ഞാനും വരുന്നുണ്ട്, എന്ത് സുഖാണല്ലേ, എന്ത് സുഖമുള്ള ഏർപ്പാടായിരിക്കില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സുഖ. ഈ പറയുന്ന സുഖം ഉണ്ടല്ലോ, ഇത് വലിയ വിദൂരത്തിലല്ല. അതായത് നിങ്ങൾ ഫിജി കാർഡിൽ ഉണ്ടല്ലേ, ഞാൻ ഇത് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, എനിക്കും ചെയ്യണം എന്നുണ്ട്, ഞാൻ ഏത് ടീമിൽ ചെയ്യണം എന്ന് നോക്കിയിരിക്കുകയാണ്, നിങ്ങൾ എനിക്ക് എന്ത് സപ്പോർട്ട് തരും എന്ന് ചോദിച്ച ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയമുണ്ടല്ലോ, ആ സമയം ഇനി ഒരുപാട് വിദൂരത്തിലല്ല, അത് നമുക്കിങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് വരികയാണ്, അല്ലേ? ഇപ്പൊ ഏകദേശം ഒരു 10-14 പേര് NSTM ആയി ഒരു 1 കോടി വാങ്ങിച്ചു. അതൊരു 20, 30, 40, 50 ഒക്കെ കൗണ്ട് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആളുകൾ ഇങ്ങോട്ടേക്ക് ചോദിച്ചു വരും, ഫിജി കാർഡാണല്ലേ, ഫിജി കാർഡിലാ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാത്തവർക്കൊക്കെ പെണ്ണ് കിട്ടുന്ന ഒരു കാലം വരും, ക്യൂ നിൽക്കുന്ന ഒരു കാലം വരും. കാരണം ഇപ്പൊ ഗൾഫുകാർക്ക് കിട്ടുന്നില്ല, ഫിജി കാർഡിലാണോ എന്നാ പിടിച്ചോ പെണ്ണെന്ന് പറഞ്ഞിട്ട് തരുന്ന ഒരു കാലഘട്ടം വരും. കാരണം നാളത്തെ കോടീശ്വരനാണ്. ആരാണ് ഒരു കോടീശ്വരനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ, മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടാത്തത്? അന്ന് അവിടെ കാസ്റ്റും ഉണ്ടാവില്ല, റിലീജനും ഉണ്ടാവില്ല, സബ് കാസ്റ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പൈസ ഉള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല. അമ്പാനിയുടെ മകൻ വന്ന് നമ്മുടെ മകളെ കല്യാണം ചോദിച്ചാൽ നമ്മൾ കെട്ടിച്ചു കൊടുക്കും. ഇനി അമ്പാനിയുടെ മകള് വന്നിട്ട് എന്റെ മകന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ 100% ഞാൻ എന്റെ മകനെ നീ പൊയ്ക്കോടാ അവിടെ, ഞാൻ പിന്നാലെ വരാ പറയും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അന്ന് ഇവിടെ ഒരു കാസ്റ്റും പ്രശ്നം ഉണ്ടാവില്ല, ഒന്നും പ്രശ്നം ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ഇതുപോലൊരു കാലഘട്ടം, നമുക്ക് അങ്ങനെ ഒരു സുവർണ കാലഘട്ടത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് ആരുടെ കയ്യിലാണെന്നറിയോ അങ്ങനെ ഒരു കാലഘട്ടം? ഇവിടെ ഇരിക്കുന്ന 409 ആളിന്റെ കയ്യിലാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ താക്കോൽ ഇരിക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് നമ്മൾ വിജയിച്ച് മറ്റുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ബാക്കിയുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കലി വിജയിച്ച ആളുകളുടെ കൂടെ വരാനുള്ള തിക്കും നിരക്കും കൂട്ടുള്ളൂ, അല്ലെ? അപ്പൊ ഇതിന് എന്ത് ചെയ്യണം എന്നറിയോ? നിലവിൽ നമ്മുടെ കൂടെ നമ്മളെ കുറ്റം പറയുന്നവരും ഈ ബിസിനസ്സെ ഇതാക്കി പറയുന്ന ആളുകളെയും അവോയ്ഡ് ചെയ്യണം, മാറ്റി നിർത്തണം. എങ്ങനെ മാറ്റി നിർത്തും? ഇതിന് നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയാ. വേറൊന്നുമല്ല, നമ്മളൊരു 5 ആള് ഗോസിപ്പ് പറയുന്ന 5 ആളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ 5-ാമത്തെ ആള് നമ്മളായിരിക്കും.
നമ്മളിവിടെ ഒരു 4 ആള് ഗോസിപ്പ് പറയണം, അതിൽ 5-മത്തെ ആള് നമ്മളായിരിക്കും. നെഗറ്റീവ് പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ 5-മത്തെ ആള് നമ്മളായിരിക്കും. കുറ്റം പറയുന്ന ആളാണെങ്കിൽ ആ 5-മത്തെ കുറ്റം പറയുന്ന ആള് നമ്മളായിട്ട് മാറും. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന 4 പേര് എങ്ങനെയാണോ അതിന്റെ ആവറേജ് ആയിരിക്കും നമ്മൾ. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണോ അതിന്റെ ആവറേജ് ആയിരിക്കും നമ്മൾ, അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾ പ്ലാന് പറയുന്ന സമയത്ത് നിങ്ങളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ 4 ആളുടെ ആവറേജ് ആണ് നമ്മളെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ളവരെ നമ്മൾ വിശ്വസിക്കാത്തത്? നമ്മുടെ തനിപ്പകർപ്പായിരിക്കും ബാക്കി എണ്ണം. അപ്പൊ അതങ്ങോട്ട് മാറ്റി പിടിക്കുക. അപ്പൊ നമ്മുടെ അടുത്ത സർക്കിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി പിടിക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? നമ്മുടെ റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആളുകളെയും മാറ്റി നിർത്തണം എന്നല്ല പറയുന്നത്, അല്ലേ? ഞാൻ ഇവിടെ പൊതുവെ കണ്ടുവരുന്ന ഒരു സാധനം പറയാം. ഭർത്താവിനോട് ചോദിച്ചിട്ട് പൈസ വാങ്ങിയിട്ടായിരിക്കും ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ അറിയാതെ വന്നിട്ടുണ്ടാവും, ഗോൾഡ് പണയം വെച്ച് വന്നിട്ടുണ്ടാവും, കടം വാങ്ങി വന്നിട്ടുണ്ടാവും. ഈ ബിസിനസ്സിൽ വന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ ആളുണ്ടാവും. ഒരു 2, 3, 4 പ്രസന്റേഷൻ കൊടുത്ത് 4 ആളും വന്നില്ല, മൈൻഡിൽ ഇട്ടിട്ടായിരിക്കും വരാം. സോറി, ഒരു കോള് വന്നാണേ. ഒരു 4 ആള് ആയിരിക്കും വരിക. ഈ 4 ആളും വന്നില്ല, 5-മത്തെ ആള് വന്നില്ല. പിന്നെ ഒരേ കച്ച. ആരോട്? ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞ കെട്ടിയവനോട് പോയിട്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എനിക്ക് കഴിവില്ല, ഞാൻ ഈ ബിസിനസ്സിൽ വരാൻ പാടില്ലായിരുന്നു, എന്റെ സ്വർണം പോയി എന്നിട്ട് അവിടെ പോയി കിടന്നങ്ങോട്ട് മൂങ്ങും. അപ്പൊ അവിടെ നിന്ന് ആ സമയത്ത് ആശ്വസിപ്പിക്കും. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ പറയുന്ന അതേ സാധനം നമുക്ക് തിരിച്ചിങ്ങോട്ട് ആയതായിട്ട് വരും. പകരം ഇതേ സാധനം നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനോടാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഈ സാധനം വർക്കൗട്ട് ആവുന്നില്ല, എന്തുകൊണ്ടാണ് എനിക്ക് അറിയുന്നില്ല, ഞാൻ ഇത്രയും പറഞ്ഞ ആളുകൾ എന്നോട് ഇങ്ങനെയാണ് പറയണത്, ഞാൻ എന്താണ് ഇത് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ അപ്ലൈൻ, നിങ്ങൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു ലീഡർ ഉണ്ടാവില്ലേ ടീമിൽ, ആ ലീഡറോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. പകരം നിങ്ങളുടെ അടുത്തൊരു സുഹൃത്ത്, ഈ ബിസിനസ്സിൽ വരാനിരിക്കുന്ന ഒരു സുഹൃത്തിനോട് നിങ്ങൾ ഈ കുറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ സുഹൃത്ത് വരുമോ? നിങ്ങളുടെ അടുത്ത ചങ്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ വരുമോ? അവർക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാനേ കഴിയുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കണം എന്ന് പറഞ്ഞു തരാൻ കഴിയില്ല. അത് എവിടെ പറയണം? അത് നിങ്ങളുടെ അപ്ലൈൻ ലീഡറോട് പറയണം, അല്ലെ? അത് നിങ്ങളുടെ അപ്ലൈൻ ലീഡറോട് പറയണം. ഇനി നിങ്ങളുടെ അപ്ലൈൻ ലീഡർ നിങ്ങളെക്കാൾ ദുർബല ഹൃദയമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ പ്രവീണ മേഡം എന്നെ വിളിച്ച കാര്യമാണ്, ഞാനും പ്രവീണ മേഡം കൂടി കൂട്ടക്കരച്ചില്, നിനക്കും നടക്കുന്നില്ല, എനിക്കും നടക്കുന്നില്ല, നമുക്ക് ആർക്കും നടക്കുന്നില്ല, ഇതൊക്കെ അവർക്കേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കുന്നെങ്കിൽ നമ്മൾ ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വരും. അവിടെ പ്രവീണ മേഡം എന്നെ അല്ല വിളിക്കേണ്ടത്, എന്നേക്കാൾ സ്ട്രോങ് മൈൻഡ് ആയിട്ടുള്ള ഏത് ലീഡറെ ആണോ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുക, അത് നിങ്ങളുടെ ടീമിലേട്ടോ, അപ്പുറത്തെ ടീമിലല്ല. ക്രോസ് ലൈൻ നടത്താനല്ല പറഞ്ഞത്. അപ്പുറത്തെ ടീമിലെ ലീഡർ വളരെ സ്ട്രോങ് ആണ്, അവിടെ പോയിട്ട് ചോദിക്കാനല്ല പറഞ്ഞത്. നിങ്ങളുടെ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷനിലുള്ള ഏത് ലീഡറെ വിളിച്ചാലാണോ നിങ്ങൾക്ക് ആ ഒരു മനോബലം കിട്ടുക, ആരുടെ കൂടെ നിന്നാലാണ് ബിസിനസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, ആ വ്യക്തിയുടെ, ആ വിജയിച്ച വ്യക്തിയുടെ കൂടെ നിൽക്കുക. അത് അവരെ ഫോളോ ചെയ്ത് അവരുടെ ഗൈഡ് ലൈൻസ് എടുത്ത് എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. അപ്പൊ പ്രവീണ മേഡത്തിന് ഇന്നൊരു ദിവസം സങ്കടം വന്നു, പ്രവീണ മേഡം എന്നോട് പറഞ്ഞു, നാളെയും സങ്കടം വന്നു, മറ്റന്നാളും സങ്കടം വന്നു. നമ്മൾ ഈ സങ്കടങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? ചിന്തിക്കുന്ന സങ്കടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അത് എങ്ങനെ സോൾവ് ചെയ്യാം? എന്റെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, മേഡത്തിന്റെ ഹസ്ബൻഡ് ബിസിനസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് എങ്ങനെ സമ്മതിപ്പിക്കണം എന്നുള്ളത് ആർക്കറിയാ? പ്രവീണ മേഡത്തിന് അറിയാം. മേഡത്തിന്റെ വീട്ടിലെ താക്കോല് മേഡത്തിന്റെ കയ്യിലാ, എന്റെ കയ്യിലല്ല. അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ആരാ തീരുമാനിക്കുക? നിങ്ങളാ തീരുമാനിക്കുക. അത് നിങ്ങൾ പിണങ്ങിയിട്ടാണോ, ഇണങ്ങിയിട്ടാണോ, സോപ്പിട്ടിട്ടാണോ, പതപ്പിച്ചിട്ടാണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഭർത്താവിൻ്റെയും നിങ്ങളുടെയും ഐക്യം പോലെ ഇരിക്കും, അല്ലേ? ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് നല്ല കഴിവുണ്ടല്ലോ, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ. അപ്പൊ ഇതും ചെയ്യാൻ പറ്റും, അല്ലേ? ഇനി നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, ഓൺലൈൻ ഓപ്ഷൻ ഉണ്ട്. അത് പറഞ്ഞത് തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഓൺലൈൻ ചെയ്യാനല്ല പറഞ്ഞത്, അത് നമുക്ക് അവിടെ പോയി പറയാം, അല്ലേ? അപ്പോ നെഗറ്റീവ് ആവുന്ന ആളുകളെ മാറ്റി നിർത്തുക. പിന്നെ നമ്മൾ എന്തുകൊണ്ട് നെഗറ്റീവ് ആവുന്നു? നമുക്കറിയില്ല. ഈ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നോ ഇത് എന്ത് ചെയ്യണമെന്നോ നമ്മൾ പഠിച്ചിട്ടില്ല. ആകെ നമ്മൾ പഠിച്ചെന്താ? ജോയിൻ ചെയ്തു, പ്രൊഡക്റ്റ് കിട്ടി, വളരെ പെട്ടെന്ന് നമ്മുടെ ലിസ്റ്റ് എടുത്തു, അടുത്ത ആളോട് നമുക്ക് വായി തോന്നിയതെല്ലാം പറഞ്ഞു, അയാൾ 4 ചോദ്യം ചോദിച്ചു, 2 കുത്തും തന്നു, അതും വാങ്ങി നമ്മളൊരു മൂലയ്ക്കിരുന്നു. 4 ദിവസം എൻ്റെ പൈസ പോയി എന്ന് ആലോചിച്ചു. 5-ാമത്തെ ദിവസം നിങ്ങളെ 7am കാണുന്നില്ല, ട്രെയിനിങ്ങിൽ കാണുന്നില്ല, ലീഡർ വിളിക്കുന്നു, ഞാൻ നെഗറ്റീവാണ് മാഡം. ഇത് സിമ്പിളാ, അത് ആർക്കും ചെയ്യാം, ഇതെല്ലാവർക്കും ചെയ്യാം.
ഇവിടെ ഒരു ചൊല്ലുണ്ട്, ഞാൻ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്, ഷോക്ക് അടിച്ചിരിക്കുകയാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ് എന്നുള്ളത് എവിടെ നിന്നാണ് വന്നത് എനിക്കറിയില്ല. എനിക്കൊന്നും അങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കാനുള്ള സമയം കിട്ടാറില്ല. കാരണം നമുക്കിവിടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടേ നല്ലോണം അടി കിട്ടുന്നുണ്ട്. നെഗറ്റീവ് അടിച്ചിരിക്കാനുള്ള ടൈം കിട്ടാറില്ല. ഇതെങ്ങനെയെങ്കിലും ഇത് അങ്ങോട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഇല്ല കേട്ടോ. നെഗറ്റീവ് അടിക്കുക, ഈ ഷോക്ക് അടിച്ച് തെറിച്ചു പോകുന്ന പോലെ നെഗറ്റീവ് അടിച്ച് തെറിച്ചു പോകൂല ഇവിടെ ആരും. അപ്പൊ അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മൈൻഡ് ഗെയിമാണ്. തിങ്ക് പോസിറ്റീവ്ലി അല്ലെ. എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക? എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളോട് കുറച്ച് ആളുകൾ ഫിജി കാർഡിനെ കുറിച്ച് കുറ്റം പറയുകയാണ്. എന്തിനാ കുറ്റം പറയുന്നത്? അവർക്ക് നടന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് നടക്കൂല എന്നില്ലല്ലോ. എൻ്റെ വീട്ടിൽ നിന്ന് പറയും, നിനക്ക് പ്രാന്താണ്, വെറുതെ ഇതിന്റെ പിന്നാലെ പോയിട്ട് സമയം കളയണ്ട. വേണ്ട, വേറെ ഏതിന്റെ പിന്നാലെ പോണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ പിന്നാലെങ്കിലും പോട്ടെ. എങ്ങാനും നടന്നു കഴിഞ്ഞാലോ ഞാൻ രക്ഷപ്പെട്ടു. നാളെ ഞാൻ കോടീശ്വരി ആയാൽ കോടീശ്വരന്റെ ഉമ്മ എന്ന് പറയാലോ, കോടീശ്വരന്റെ വാപ്പ എന്ന് പറയാലോ, അവർക്ക് കോടീശ്വരന്റെ അനിയത്തി എന്ന് പറയാലോ എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് അവരെ കളിയാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. അപ്പൊ എന്നോട് ഇങ്ങോട്ട് എന്ത് പറയുന്നറിയോ? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഫിജി കാർഡിൽ പോയപ്പോ നിനക്ക് കുറച്ച് നാക്കിന് നീളം കൂടിയിട്ടുണ്ട്. ഇങ്ങനെ കേട്ട ആൾക്കാർ എത്ര പേരുണ്ട്? ഇങ്ങനെ കേട്ട എത്ര ആളുകളുണ്ട്? നീ സംസാരിക്കാൻ പഠിച്ചു, നീ വായടിക്കാൻ പഠിച്ചു, നിനക്ക് ഇത്തിരി നാക്കിന് ഓവറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ. കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചു. അതാണ് അതിനർത്ഥം. നമ്മൾ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചു. അതാണ് ഈ നാക്കിന് നീളം കൂടി എന്ന് കൊളോക്കിയൽ ലാംഗ്വേജിൽ നമ്മൾ പറയുന്നത്. വായടിക്കാൻ പഠിച്ചു, അതായത് നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾ മറ്റൊരാളോട് നല്ല ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ചില ആളുകൾ പറയും, എന്ത് പറഞ്ഞാലും അവൾക്കൊരു കൂസലില്ല. എന്നോട് പറയാനുള്ള സാധനം, എന്ത് പറഞ്ഞാലും അവൾക്കൊരു കൂസലില്ല. ഈ ചെവി കൂടെ കേട്ടിട്ട് അവൾ ആ ചെവി കൊടുക്കും. എനിക്ക് നല്ല ലിസണിങ് കപ്പാസിറ്റി വന്ന് 7am കേട്ടിട്ടേ എനിക്ക് നല്ല ലിസണിങ് കപ്പാസിറ്റി വന്നു, എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വന്നു. അതേപോലെ ആവശ്യമുള്ളതേ സംസാരിക്കുള്ളൂ, ചിന്തിച്ചിട്ടേ പറയുള്ളൂ, ആവശ്യത്തിനല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായ ഒബ്സർവേഷൻ സ്കില്ല് വരും അല്ലേ. നമ്മൾ പറയാൻ പാടുള്ളതും പാടില്ലാത്തതുമായി ചിന്തിക്കാൻ വരും. ഇതൊക്കെ നമ്മുടെ കഴിവുകൾ. സാധാരണപ്പെട്ട ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്, നമ്മൾ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. അതിനാണ് അർത്ഥം. ഇത് വീട്ടമ്മയ്ക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്, നമ്മൾ മികച്ച രീതിയിലേക്ക് മാറുകയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഒരു 4 കൊല്ലം മുന്നേ ഉള്ള ജസീറയാണോ എനിക്കിഷ്ടം, ഇപ്പോൾ ഉള്ള ജസീറയാണോ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഉള്ള ജസീറയാണ് ഇഷ്ടം. 4 കൊല്ലം മുന്നേ ഉള്ള ജസീറ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരാൾ എന്നോട് വന്നൊരു വഴി ചോദിച്ചാൽ ഞാൻ കിടുകിട വിറയ്ക്കും. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു സാധനത്തെ കുറിച്ച് ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എന്നിട്ട് നിങ്ങൾ തീരുമാനം എടുത്തോളാൻ പറയും. എനിക്ക് കൺവിൻസ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ, നമ്മുടെ മൈൻഡിലുള്ള കാര്യം നല്ല ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല. മോശപ്പെട്ട ഭാഷയിലല്ല, നല്ല ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ്, ഒരാളെ ഹേർട്ട് ചെയ്യാതെ സംസാരിക്കാൻ അറിയില്ല. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെ. മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു ജോബ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ്വർക്കേഴ്സിനെയാണ്. എന്താണെന്നറിയോ? ഒരു വ്യക്തി ആയിരിക്കും അവർ നടന്നു വരിക, പക്ഷെ അവരുടെ കയ്യിൽ വലിയ ടീം ഉണ്ടാവും, വലിയ ടീം ഉണ്ടാവും. ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്സ് പോലും മാറ്റിമറിക്കാൻ നെറ്റ്വർക്കേഴ്സിന് കഴിയും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ബോബി സാറ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജയിക്കൂലേ? ജയിക്കൂലേ? ചിന്തിച്ചിട്ടുണ്ടോ? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ വിജയിക്കും. കാരണം എന്താണെന്നറിയോ? മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിന്റെ RDയുടെ ഒരു ഗ്യാങ് അവിടെ ഉണ്ട് അല്ലെ. SO എന്ന് പറയുന്ന ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ സെയിൽസ് ഓഫീസറുടെ ഒരു ഗ്യാങ് അവിടെ ഉണ്ട്. ഈ പറയുന്ന സ്റ്റാഫുകളുടെ ഒരു ഗ്യാങ് ഉണ്ട്. ഫിജി കാർഡ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഒരു ഗ്യാങ് ഇവിടെ ഉണ്ട്. ഇതിന് പുറമെ ബോച്ചെ ഫാൻസ് അസോസിയേഷൻ വേറെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ സെയിം സാധനമാണ് നമ്മൾ ഓരോ വ്യക്തികളും. അദ്ദേഹം ഒരു പക്കാ നെറ്റ്വർക്കറാണ്. ഇത്രയും നെറ്റ്വർക്ക്സ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സെയിം സാധനമാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക.
നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ചാരിറ്റി, സജി സാർ പറഞ്ഞ ചാരിറ്റിയുടെ ആളുകളുണ്ട്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് വർത്ത് ആണ്. നമുക്കുള്ള മുതലുകളാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഈ ഒരു ആളുകൾ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ആളുകളും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ ടീമിൽ നോക്കുകയാണെങ്കിൽ ഡോക്ടർമാരുണ്ട്, വക്കീലന്മാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, വീട്ടമ്മമാരുണ്ട്. വീട്ടമ്മമാര് ഹൈ പൊട്ടൻഷ്യൽ ഉള്ള വീട്ടമ്മമാരുണ്ട്, നല്ലോണം വർക്കൗട്ട് ചെയ്യുന്ന എന്താ പറയുക ലേഡീസ് ഉണ്ട്, ജെൻസ് ഉണ്ട്, കോർഡിനേഷൻ സ്കില്ലുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഒന്ന് ആലോചിച്ചൊക്കെ എത്ര കഴിവുറ്റ മികവുറ്റ ആളുകളുടെ വലിയൊരു സ്രോതസ്സാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. ഈ പറയുന്ന ഓരോ ആളുകളിലും നിങ്ങളുണ്ട്. എല്ലാവർക്കും എല്ലാ കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്. അത് എന്തിലാണ് നമ്മൾ എന്താ പറയുക വെള്ളം ഒഴിച്ച് വളർത്തുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് വരിക അല്ലെ. ഇവിടെ എല്ലാ ആളുകളും ഫോക്കസ് ചെയ്യുക എന്താണെന്ന് എനിക്കറിയാം. സെയിൽസ്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ മേഡം കാര്യം? നമുക്ക് എന്ത് വരുന്നില്ല? സെയില് വന്നാലല്ലേ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പൊ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ ഇടയ്ക്ക് നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് വിജയ്ക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു അല്ലേ. നമ്മൾ കണ്ടത് ഒരു 2 കൊല്ലം മാത്രം വളർച്ചയുള്ള ഒരു ടീമിനെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വർക്കൗട്ട് ചെയ്ത ഒരു 10 കൊല്ലം ഉണ്ടായിരുന്നു അല്ലെ. അവിടെ ആളുകൾക്ക് കൊടുത്തൊരു സാധനം ഉണ്ട്. എന്താണ്? ഹോപ്പ്, പ്രതീക്ഷ. അവിടെ കൊടുത്ത ഒരു വലിയൊരു സമൂഹത്തിന് കൊടുത്തൊരു സാധനം ഉണ്ട്. എന്താണ് ആ സാധനം? പ്രതീക്ഷ അല്ലെ. നമുക്കിവിടെ ഉണ്ടാവേണ്ട സാധനവും നമ്മൾ കൊടുക്കേണ്ട സാധനം എന്താണ്? ഹോപ്പ്, പ്രതീക്ഷ. പ്രതീക്ഷയാണ് കൊടുക്കേണ്ടത് അല്ലെ. നമുക്ക് ഈ കമ്പനിയിൽ വലിയ പ്രതീക്ഷ ഉണ്ടാവണം, വലിയ വിശ്വാസങ്ങൾ ഉണ്ടാവണം, പ്രവർത്തനം ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് പ്രതീക്ഷ മാത്രം ഉണ്ടായിട്ട് കടന്നുറങ്ങാൻ പറ്റൂല. എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് മേഡം ഞാൻ രക്ഷപ്പെടുന്നു. ഇന്ന് എന്ത് വർക്ക് എടുത്തു? അല്ല, ഞാൻ പ്രതീക്ഷ വെച്ചിട്ടുള്ളൂ, വർക്ക് എടുത്തിട്ടില്ല. ടീമിൽ എത്ര ആളെ വിളിച്ചു? അല്ല, ഞാൻ പ്രതീക്ഷയെ വെച്ചിട്ടുള്ളൂ, ഞാൻ ടീമിൽ ആരെയും വിളിച്ചിട്ടില്ല. ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് മേഡം, എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്നിൽ, പക്ഷെ ഞാൻ ലിസ്റ്റിലുള്ള ആർക്കും പ്ലാൻ കൊടുത്തിട്ടില്ല. എനിക്കും ആ പ്രതീക്ഷ ഉണ്ട്. നിങ്ങൾ എന്നെങ്കിലും ആ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് 4 പ്രസന്റേഷൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ വലിയ വിജയത്തിൽ എത്തുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ആ ലിസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മതിയായിരുന്നു അല്ലേ. പ്ലാൻ പഠിക്കും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. നിങ്ങൾ പ്ലാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വന്തമായി പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ നാളത്തെ സബിത മേഡോ സ്വപ്ന മേഡോ അല്ലെങ്കിൽ ഇവിടുന്ന് പോയ പല ലീഡേഴ്സൊക്കെ ആയി മാറുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട് അല്ലെ. അപ്പൊ ഈ പ്രതീക്ഷ എന്ന് പറയുന്ന സാധനം വലിയ സാധനം അല്ലെ. പ്രതീക്ഷ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അതും വെച്ച് കിടന്നുറങ്ങിയാലോ, ഇന്ന് ചെയ്യാ എന്ന് പറയുന്ന സാധനം നാളെ ചെയ്താലോ അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല അല്ലെ. അപ്പൊ ഇതിൽ കുറച്ച് കുഞ്ഞു 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 കാര്യങ്ങളുണ്ട് അല്ലെ. നമ്മളൊരു സെയിൽസിലേക്ക് പോകുന്ന സമയത്ത്, നമ്മളൊരു പ്രസന്റേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അല്ലെ. അതിൽ ആദ്യത്തെ സാധനമാണ് വാക്കുകൾ. നമ്മളിപ്പോൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മൾ ഒരാളോട് ഈ ബിസിനസ് പ്രസന്റേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇൻവിറ്റേഷൻ പ്രോപ്പർ ആവണം. നീ വന്നാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വരൂല. സക്രിയ സാർ വന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, നിനക്ക് ഇഷ്ടം പോലെ കോണ്ടാക്ട്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സക്രിയ സാർ എന്താ വിചാരിക്കറിയോ? അങ്ങനെ ഇപ്പൊ എന്റെ കോണ്ടാക്ട്സ് കണ്ടിട്ട് നീ നന്നാവണ്ടാന്ന്. അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. ഞാൻ അങ്ങനെ വിചാരിക്കുക. എന്റെ കാര്യം എനിക്കും അറിയാലോ, ഞാൻ അങ്ങനെ വിചാരിക്കുക. അപ്പൊ നിങ്ങൾ നല്ല കോണ്ടാക്ട്സ് കണ്ടിട്ട് ആ വ്യക്തി നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ ഉറപ്പുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയോ? സക്രിയ സാർ നിങ്ങൾക്ക് നല്ല കഴിവുള്ള മനുഷ്യനാ, നിങ്ങളൊക്കെ ഈ മേഖലയിൽ വന്നാണ്ടല്ലോ, നിങ്ങൾ ഏത് ലെവലായിരിക്കും എന്നറിയോ? ഞങ്ങളുടെ ടീമിൽ ഒരു സാറുണ്ട്, ആ സാറിന്റെ അതേപോലെയാണ് നിങ്ങള് എന്നിട്ട് പറഞ്ഞിട്ട് നല്ല വരുമാനം വാങ്ങുന്ന ഒരു സാറിന്റെ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക. 30,000 പെർ ഡേ വാങ്ങുന്നത്, നിങ്ങൾക്കൊക്കെ സിമ്പിളാ, പുഷ്പം പോലെ ഈ മേഖലയിലേക്ക് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്രിയ സാർ അതെല്ലേ. സക്രിയ സാർക്ക് തന്നെ ഒരു വിശ്വാസമായി. സക്രിയ സാർ മിണ്ടാതിരിക്കും അവിടെ. സക്രിയ സാർ പറയും എന്നാ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞാൽ സക്രിയ സാർ വരും അല്ലേ. സെയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നീ വർക്ക് എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ എന്നെ വന്ന് പറ്റിച്ചു എന്നും പറയില്ലേ. എന്നോട് അങ്ങനെ പറയുള്ളൂ. എന്നെ പൈസ വാങ്ങുന്നവരെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. പൈസ വാങ്ങി സെയിൽ എടുത്തതിന് ശേഷം ഞാൻ വിളിച്ച അവള് ഫോൺ എടുക്കുന്നില്ല എന്നായിരിക്കും പിന്നെ അടുത്ത ആര് പറയാ? സക്രിയ സാർ പറയാ അല്ലെ. അപ്പൊ നല്ല റിലേഷൻഷിപ്പ്, ബിസിനസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക അല്ലെ. ഇനി ഞാൻ സക്രിയ സാറിന്റെ വീട്ടിൽ പോകുന്നത് എങ്ങനെ അറിയോ? ഈ ബിസിനസ് പ്രസന്റേഷൻ പോവാന് കീറിയ ഒരു ബെൽറ്റും തൊലിഞ്ഞൊരു ചപ്പലും തല പപ്പറാന്നാക്കിയിട്ട് ഒരു ഷർട്ട് അയൺ ചെയ്യാതെ ഞാൻ സക്രിയ സാർത്ത് പോവാണ്. ഞാനൊരു 5 കോടി ബിസിനസിന്റെ പ്ലാന് പറയാണ്. സക്രിയ സാർ നിങ്ങൾക്ക് നല്ല കഴിവാണെന്ന് പറഞ്ഞാൽ സക്രിയ സാർ വരുമോ? ഇവനിക്ക് തലയ്ക്ക് എന്തോ ഒരു ഓളം പറ്റിയിട്ടുണ്ട്. അതാണ് അവന്റെ കോലം കണ്ടില്ലേ.
അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ, അങ്ങനെയേ പറയുള്ളൂ. ഞാനാണ് ഇനി പോകുന്നതെന്ന് വെച്ചോ പറന്ന്, അപ്പൊ പറയും നല്ലൊരു കുട്ടിയായിരുന്നു, ടീച്ചറായിട്ട് പോവായിരുന്നു, ഇപ്പൊ എന്തോ ബോബിച്ചമ്മണ്ണൂന്റെ പിന്നാലെ നടന്നതിന് പ്രാന്ത് അയക്കുന്നു തോന്നണേ പറയുള്ളൂ. അല്ലാതെ എനിക്ക് സെയിൽ വരുമോ? വരില്ല. ഇനി ഞാൻ അവിടെ പോയിട്ട് മണിക്കൂർ കണക്കിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് ഒന്നും സംസാരിക്കാൻ സമ്മതിക്കാതെ 7am ചെയ്യുന്ന പോലെ, ഇപ്പൊ നിങ്ങളൊക്കെ എന്നെ നോക്കിയിരിക്കുന്നില്ലേ, നിങ്ങളോട് എന്തെങ്കിലും ഞാൻ മിണ്ടാൻ പറയുന്നുണ്ടാ? സമ്മതിക്കണില്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് റേഡിയോ സ്റ്റേഷൻ പോലെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഇതേപോലെ ഞാൻ പോയിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യാണ്. നിങ്ങൾ അങ്ങനാവും, നിങ്ങൾ ഇങ്ങനെയാവും, നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യം, നിങ്ങൾക്ക് അത് കിട്ടും, നീ അങ്ങനെ ചെയ്യ്, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്നുണ്ടെങ്കിൽ സെയിൽ വരുമോ? വരില്ല. പകരം പറയാണ് ഞാനൊരു അവസരം തന്നിട്ടുണ്ട്, നീ ഉപയോഗപ്പെടുത്തിയാൽ നിനക്ക് രക്ഷപ്പെടാം എന്നാണ് പറയുന്നെങ്കിൽ, ഇനി എങ്ങാനും ഞാൻ രക്ഷപ്പെടാണ്ടാവോ എന്നുള്ള ടെൻഷനിലെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ ഈ ബിസിനസ്സിലേക്ക് വരും അല്ലേ? ഈ ബിസിനസ്സിലേക്ക് വരും. ആദ്യമേ ഇവിടെ നമ്മൾ എന്താ പറയാന്നറിയോ, ഇപ്പോ ഞാനിപ്പോ സഫീദ മാഡത്തിനെ കാണുന്നത്, സഫീദ മാഡത്തിനെ എനിക്ക് ബിസിനസ്സിൽ കൊണ്ടുപോയി, ഞാൻ സഫീദ മാഡത്തിന് ഞാനൊരു ബിസിനസ്സിൽ ചേർന്നിട്ടുണ്ട്, ഞാനൊരു 25,000 രൂപ മുടക്കി മാസം ഒരു 10,000 രൂപ എനിക്ക് വരുമാനം വരും, പോരാത്തിന് 2 ലക്ഷം രൂപ ഇൻഷുറൻസും 50,000, 5 ലക്ഷം, 1 കോടി, അതുപോലെ തന്നെ 50 ലക്ഷത്തിന്റെ കാർ ഫണ്ട്, ഇതൊക്കെ വാങ്ങിയ ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് വാങ്ങിക്കാനാണ് ഞാനും ഇരിക്കുന്നത്, നീ വന്നതിനാൽ നിനക്കും കിട്ടും. ഇങ്ങനെ ഞാൻ ഒറ്റ ശ്വാസത്തില് പ്ലാൻ പറഞ്ഞു. ഇങ്ങനെയും പ്ലാനും അറിയാം. സഫീദ മാഡം പറയും എത്ര 25,000 രൂപയോ അല്ലെങ്കിൽ 30,000 രൂപയോ, നീ എന്തൊക്കെ സാധനങ്ങളാ വാങ്ങിച്ചത്? അപ്പൊ ഞാൻ കുറച്ച് ചട്ടിയും പാത്രവും കുറച്ച് തുണിമണികളും ഒരു 5,000ന്റെ ബെഡ്ഷീറ്റും കാണിച്ചു അല്ലേ? സഫീദ മാഡം പറയും നിനക്ക് പ്രാന്താടി, 5,000 രൂപന്റെ ബെഡ്ഷീറ്റിലൊന്നും ഞങ്ങളൊന്നും ഇവിടെ ആരും കിടക്കില്ല, ഞങ്ങളൊക്കെ 150 രൂപയുടെ ബെഡ്ഷീറ്റിലേ കിടക്കുള്ളൂ. 5,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ എത്ര ബെഡ്ഷീറ്റ് വാങ്ങാം, എത്ര ബിരിയാണി ചെമ്പ് വാങ്ങാം, എത്ര ബിരിയാണി വെച്ച് തിന്നാം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുള്ളൂ അല്ലേ? പകരം നമ്മൾ പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ ഈ ബിസിനസ് അവസരത്തിലാണ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ 100% സഫീദ മാഡം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എങ്ങാനും അവളുടെ കൂടെ ചേർന്നില്ലെങ്കിൽ അവൾക്ക് കിട്ടുന്ന വരുമാനം കൂടി എനിക്കില്ലാണ്ടാവോ എന്നുള്ള ടെൻഷൻ, ആ ക്യൂരിയോസിറ്റി, ഈ സാധനമാണ് നമ്മൾ പ്രസന്റേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് കേട്ടിരിക്കുന്ന ആൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അത് ചിലപ്പോൾ പെട്ടെന്നൊന്നും വരില്ല, അത് പ്രാക്ടീസിലൂടെ വരുള്ളൂ. നമ്മൾ പറയാറില്ലേ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന്. അത് നമ്മൾ എവിടെ പ്രാക്ടീസ് ചെയ്യും? വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം, അപ്ലൈനോട് പ്രാക്ടീസ് ചെയ്യണം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ? നമുക്കൊരു സാധനം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഡൗൺലൈൻ ആണ് ഇവിടെ ഇരിക്കുന്ന സജിത മാഡത്തിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു പറയാണ്, സജിത മാഡം ഞാൻ ഇന്ന് പ്രസന്റേഷന് പോയി, ഞാൻ ആ ആള് വന്നാൽ നിനക്ക് ഇട്ട് തരാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നിന്റെ കഷ്ടകാലാണോ എൻ്റെ കഷ്ടകാലമാണോ എന്നറിയില്ല, അയാൾ എന്നോട് ഇങ്ങനെയൊക്കെ നെഗറ്റീവ് പറഞ്ഞു സജിത എന്ന് പറഞ്ഞു. ഞാൻ സജിത മാഡത്തിൻ്റെ BOP ഹാളിൽ വെച്ച് കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരഞ്ഞു കഴിഞ്ഞാൽ ഹുദാഗവ രണ്ടാളും അല്ലേ? പകരം ഇതേ സാധനം നിങ്ങൾ അപ്ലൈനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പൊ നിങ്ങളുടെ അപ്ലൈൻ പറയും നമുക്കെന്നാ നാളെ ഒന്ന് അവിടെ ഒന്ന് പോയി നോക്കിയാലോ, ഒരു ഫോളോ അപ്പ് എടുക്കാൻ. അയ്യോ, ഫോളോ അപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മുടെയൊക്കെ ഫോളോ അപ്പ് വളരെ മികച്ച ഫോളോ അപ്പുകളാണ്. ഫോളോ അപ്പ് ചെയ്യുന്നില്ല മാഡം? യെസ് മാഡം, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ കൂടി ഫോളോ അപ്പ് ചെയ്തിട്ടാണ് BOPയിലേക്ക് എത്തിയത്. അപ്പൊ ഇത് ആരെയും ഉദ്ദേശിച്ചിട്ടല്ല. അപ്പൊ ഇവിടെ ഫോളോ അപ്പ് എങ്ങനെയാണ് ചെയ്തത്? മാഡം ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലെ ഒരു ആപ്പച്ചട്ടി ചോദിച്ചായിരുന്നു, എൻ്റെ ഡൗൺലൈൻ താഴത്തെ വീട്ടിലത്തെ ആള് വിളിച്ചായിരുന്നു, അവർ ഇന്നലെ സൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു, ഞാൻ അപ്പോൾ ആപ്പച്ചട്ടി അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഓർക്കണേ എന്ന് പറഞ്ഞിരുന്നു. അത് ഫോളോ അപ്പ് അല്ലേ മാഡം? യെസ്, അതിനെയാണോ നിങ്ങൾ ഫോളോ അപ്പ് എന്ന് പറയുന്നത്? എനിക്കറിയില്ലായിരുന്നു, ഇങ്ങനെയും ഫോളോ അപ്പ് ചെയ്യാമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തത് ഇങ്ങനെ വെച്ചാൽ പ്ലാൻ ബുക്ക് ഒക്കെ കൊണ്ടുപോയിട്ട് അവിടെ ആപ്പൊക്കെ കാണിച്ചു കൊടുത്ത്, പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്ത്, ഇവിടെ വന്ന ആളുകൾ, വിജയിച്ച ആളുകളുടെ പോസ്റ്റേഴ്സ് കാണിച്ചു കൊടുത്ത്, ഇങ്ങനെയാണ് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തത്. ഇതൊരു പുതിയ ഫോളോ അപ്പ് രീതിയാണ് എന്ന് തോന്നുന്നു. ഞാനും അവളും ഒരേ സ്റ്റോപ്പിലാണ് ബസ് കയറാറ് മാഡം. ഞങ്ങൾ ബസ്സിൽ തിക്കി കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഫിജി കാർഡിന്റെ കാര്യം? ഞാൻ പറയാട്ടോ. അവള് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. പറയുമായിരിക്കും, പറയില്ലേ മാഡം? യെസ്, ഇത് ഫോളോ അപ്പ് അല്ലേ? അതെ, ഇത് ഫോളോ അപ്പ് ആണ്. ഇത് ഏത് തരത്തിലുള്ള ഫോളോ അപ്പ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല, ഇത് എൻ്റെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല.
അതല്ല മക്കളെ ഫോളോ അപ്പ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ പ്ലാൻ കേട്ട ഒരാളോ അല്ലെങ്കിൽ മുന്നേ കേട്ട ഒരു വ്യക്തിയോടോ ഫിജിക്കാർട്ടിന്റെ ബിസിനസ് അവസരത്തെ കുറിച്ച് സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് ഈ ബിസിനസ് അവസരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഫോളോ അപ്പ്. അല്ലാതെ ബാത്റൂമിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് പോയിട്ട് ഞാനിവിടെ ഉണ്ട് വന്നിട്ട് പറയൂട്ടോ എന്ന് പറയുന്നത് ഫോളോ അപ്പ് അല്ല. പാത്രം വാങ്ങാൻ വരുന്ന സമയത്ത്, ചാർജർ വാങ്ങാൻ വരുന്ന സമയത്ത്, ലിഫ്റ്റ് കൊടുത്ത സമയത്ത് പറയുന്ന സാധനത്തിന്റെ പേര് ഫോളോ അപ്പ് അല്ല. ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഹായ് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് രണ്ടാമത് കേട്ടോക്ക് എന്ന് പറയുന്നത് ഫോളോ അപ്പ് അല്ല. അതൊന്നും ഫോളോ അപ്പ് അല്ല. ഫോളോ അപ്പ് എന്ന് പറയുന്നത് തന്നെ അതൊരു വേറെ ഒരു ലെവലിൽ തന്നെ നമ്മൾ ഇൻവിറ്റേഷൻ എങ്ങനെയാണോ കൊടുക്കുന്നത്, പ്രസന്റേഷൻ എങ്ങനെയാണോ കൊടുക്കുന്നത്, അതിന് സമയം ചെലവഴിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അല്ലേ. ഇനി ഫോളോ അപ്പ് എപ്പോൾ എടുക്കണം? ഞാനൊരു 4-5 മാസം മുന്നേ പ്രസന്റേഷൻ കൊടുത്തായിരുന്നു. അവിടം വരെ നമുക്കൊന്ന് പോയി നോക്കാം. 4-5 മാസം മുന്നേ കൊടുത്ത സാധനം അയാൾ ഓർത്ത് വെച്ചിരിക്കപ്പോ അല്ലേ. നമുക്ക് എന്തൊക്കെ പ്രശ്നമുണ്ട്, കറണ്ട് ബില്ല് അടയ്ക്കണം, ലോൺ അടയ്ക്കണം, കുട്ടികളുടേത്, ഹോസ്പിറ്റൽ കേസ്, അമ്മായിമ്മന്റെ പ്രശ്നം, മരുമോന്റെ പ്രശ്നം, പറഞ്ഞ പോലെ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ പണ്ടെങ്ങാണ്ട് പറഞ്ഞു വെച്ച ഫിജിക്കാർട്ടിന്റെ ഫോളോ അപ്പ് എടുക്കാൻ പോണത്. ഇത്രയാണ് ടൈംലി ഫോളോ അപ്പ് എന്ന് പറയണ്ടല്ലേ. സമയം ഭയങ്കര പ്രധാനമാണ്. സമയം ഭയങ്കര പ്രധാനമാണ് അല്ലേ. നിങ്ങൾക്ക് 13 കൊല്ലം എടുത്തിട്ടും ഫിജിക്കാർട്ടിലെ NSTM ആവാം, 26 കൊല്ലം എടുത്തിട്ടും NSTM ആവാം, 5 കൊല്ലം 6 കൊല്ലം എടുത്തിട്ടും കമ്പനിയുടെ NSTM ആവാം അല്ലേ. അതിന് കറക്റ്റ് ടൈമിൽ ഫോളോ അപ്പ് ചെയ്യണം എന്നറിയാം അല്ലേ. ഒരാൾ വിളിച്ചു, എൻ്റെ അടുത്ത് വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ടിട്ടോ യൂട്യൂബ് കണ്ടിട്ടോ നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ടിട്ടോ സതീഷ് സാറോട് പറയണേ, സതീഷ് സാറേ ഇനി കുറേ ആയാലോ സ്റ്റാറ്റസ് വെക്കുന്നേ, എനിക്ക് ഈ സാധനം ഒന്ന് പറഞ്ഞു തരൂ. സതീഷ് സാർ പറഞ്ഞേ, ഞാനേ ഒരു സിനിമയ്ക്ക് പോവാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു. ചിലപ്പോൾ 1 കോടിന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കും. അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാണെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് അവര് തിരക്കിപ്പെട്ടിട്ടുണ്ടാവും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റ്സ് എ മൈൻഡ് ഗെയിം എന്ന് പറയുന്നത്. ചില ആളുകൾ ഈ ബിസിനസ്സിൽ വരാൻ തോന്നിക്കുന്നത് ചിലപ്പോൾ ഇപ്പുറത്തുനിന്ന് ബജാജ് ഫിനാൻസുകാർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും നമ്മുടെ സ്റ്റാറ്റസ് കണ്ടാവുക 1 കോടി. സ്പോട്ടിൽ ഇതിൽ വന്നു കഴിഞ്ഞാൽ 1 കോടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മൾ വിളിച്ച ആളോട് പിന്നെ വിളിക്കാന്നും പറഞ്ഞ് നമ്മളൊരു 4 ദിവസം കഴിഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഇയാൾ എന്തായിട്ടുണ്ടാവും, അയാൾക്ക് ആ മൈൻഡൊക്കെ പോയിട്ടുണ്ടാവും. ഓ ഇന്നിപ്പോ ബജാജ് അടച്ചില്ല, നാളെ കഴിഞ്ഞ് അവർ വീണ്ടും വിളിക്കും, ഫോൺ എടുക്കാണ്ടിരുന്നാൽ പോലെ എന്ന് വിചാരിക്കും അല്ലേ. പിന്നെ നമുക്ക് ആ വ്യക്തിയെ കിട്ടില്ല. ഫോളോ അപ്പും അതേപോലെ തന്നെ ആ പ്രസന്റേഷൻ ഒരു പൾസിന്റെ പുറത്താണ് ആളുകൾ ഈ ബിസിനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു ഫോഴ്സിന്റെ പുറത്താണ് ആളുകൾ ഈ ബിസിനസ്സിൽ വരുന്നത്. ചിലപ്പോൾ ഒരു തോന്നലിന്റെ പുറത്താണ് ആളുകൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ആ ഒരു തോന്നൽ ഉണ്ടാവുന്ന ആ ഒരു സെക്കൻഡില്ലേ, ആ ഒരു സെക്കൻഡ് ഐഡന്റിഫൈ ചെയ്ത് അവിടെ സ്പോട്ട് ലൈൻ ആണ് നമ്മൾ എപ്പോഴും അവൈലബിൾ ആവണം. സതീഷ് സാർ പ്ലാനും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. സതീഷ് സാറിന്റെ അപ്ലൈൻ നോക്കിയിരിക്കുക. എൻ്റെ അപ്ലൈൻ നിന്ന് തിരക്കാണേ, നാളെയാണ് അവർ വരുവുള്ളേ, നമുക്ക് നാളെ പ്ലാൻ കേട്ടാൽ മതിയല്ലോ. നാളെ അപ്ലൈൻ എവിടെയെങ്കിലും കൈയും കാലും വീണ് കിടന്നു, എൻ്റെ അപ്ലൈന് കാലൊടിഞ്ഞിരിക്കുകയാണ്, ഇനി 1 മാസം കഴിഞ്ഞിട്ടേ വരുവുള്ളേ, അപ്പൊ കേട്ടാൽ മതിയോ ചോദിക്കുമ്പോഴേക്കും ഇവർക്ക് അവിടെ വേറെ പണിയുണ്ട്. അവരെന്ത് ചെയ്തോളും, വേറെ ആളുകളോട് പോയിട്ടുണ്ടാവും. ആവശ്യക്കാരൊരിക്കലും നോക്കിക്കൂല. അവർ അടുത്ത ഓപ്ഷൻ എന്ത് ചെയ്യും, തേടി പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രസന്റേഷൻ കൊടുക്കുകയും ഫോളോ അപ്പ് ചെയ്യും, സെയിൽ ഓപ്പണിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യണം അല്ലേ. ഇതെല്ലാം ചെയ്യും, ഫോളോ അപ്പ് എടുക്കും, അവർ ഓക്കെ എന്നും പറയും. പൈസ പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഒരു പാർട്ട്ണർ, മാഡം പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കൂ, കൈയൊന്നും അറിയാതെ തൊട്ട് നോക്കിയപ്പോ ഐസ് കട്ട പോലെ ഇരിക്കുന്നു. എങ്ങനെയാ അവരോട് പൈസ പറയാ, എങ്ങനെയാ നമ്മൾ ഇവരോട് പ്രൊഡക്റ്റ് പറയാ, എന്ത് പ്രൊഡക്റ്റാ ഉള്ളത്, നമ്മൾ എന്ത് പ്രൊഡക്റ്റാ കൊടുക്കുക മാഡം എന്ന്. അവര് 100 SVക്ക് എടുക്കാൻ വരുന്നുണ്ട്, നമ്മൾ എന്ത് പ്രൊഡക്റ്റാ കൊടുക്കാന്ന് പേടിച്ച് വിറച്ചിട്ട്. അപ്പൊ എന്താണ് മാഡം നമ്മുടെ കമ്പനിയിൽ പ്രൊഡക്റ്റുകളൊന്നും ഇല്ലേ? എനിക്കൊരു ഡൗട്ട്, ഇനിയിപ്പോ സൈറ്റിൽ നിന്നൊക്കെ പോയോന്ന്. നമ്മുടെ കമ്പനിയിൽ പ്രൊഡക്റ്റ് ഒന്നും ഇല്ലേ? അല്ല എന്താ കൊടുക്കുക? ഞാൻ ലിസ്റ്റ് ഇടൂ അല്ലേ, ലിസ്റ്റ് ഇട്ട് നോക്കൂ. അപ്പൊ അവർക്ക് സോപ്പ് വേണ്ട, അവര് ഈ സോപ്പല്ല ഉപയോഗിക്കുക, അവർ ഈ പേസ്റ്റ് അല്ല ഉപയോഗിക്കുക, അവർ ഈ ബെഡ്ഷീറ്റ് അല്ല ഉപയോഗിക്കുക, അവർ ഈ അരി അല്ല വെക്കുന്നേ, അവർ ഈ ക്ലീനിങ് ഐറ്റം അല്ല ഉപയോഗിക്കുന്നേ. ഞാന് ലക്സ് മാത്രമേ ഉപയോഗിക്കുള്ളായിരുന്നു, കോൾഗേറ്റിലേ പല്ലേക്കുള്ളായിരുന്നു, ബോംബെ ഡൈയിങ്ങിന്റെ ഇതിൽ മാത്രമേ ഞാൻ കിടക്കുള്ളായിരുന്നു. എൻ്റെ വീട്ടില് ചന്ദ്രിക മാത്രമേ യൂസ് ചെയ്യുന്ന അച്ഛൻ ചന്ദ്രിക മാത്രമേ യൂസ് ചെയ്യുള്ളൂ.
ഇന്നും ചന്ദ്രികയെ യൂസ് ചെയ്യുള്ളൂ. എത്ര കാലം ചന്ദ്രിക യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇതേ ഉപയോഗിക്കാവൂ എന്ന് ഇവിടെ എവിടെയും നിയമം എഴുതിയിട്ടില്ല അല്ലേ? അവരുപയോഗിക്കുന്ന നിലവിലെ പ്രൊഡക്റ്റിനേക്കാൾ മികച്ച പ്രൊഡക്റ്റാണ് നമ്മുടെ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവും വിവേകവും നമുക്കുണ്ടാവണം അല്ലേ? അയ്യോ മാഡം, ഞാൻ ആ സോപ്പ് എടുത്തിട്ടില്ല. കുഴപ്പമില്ല, നമ്മുടെ കമ്പനിയല്ലേ പ്രൊഡക്റ്റ് ട്രെയിനിങ് തരുന്നത്. 7 പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ലേ? അപ്പൊ നമ്മൾ ഉപയോഗിച്ചാലേ നമുക്കത് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല അല്ലെ? മറ്റൊരാളുടെ എക്സ്പീരിയൻസ്, അതിനാണ് എന്ത് കയറാൻ പറയുന്നത്? ട്രെയിനിങ് കയറണം, 7am കയറണം, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം അല്ലേ? ട്രെയിനിങ് കയറാൻ സമയമില്ല, വേണ്ട. അപ്പൊ നിങ്ങൾക്ക് പതുക്കെ വരുള്ളൂ. എനിക്ക് ഫിസിക്കൽ വരാൻ പറ്റൂല, എനിക്ക് അവിടെ പോകാൻ പറ്റൂല, എനിക്ക് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. എനിക്കറിയാം, ഇനി കുറച്ചാളുകൾ എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം. എന്നെ എന്ത് ചെയ്യണ്ട, ഈ ബിസിനസ്സിൽ ഇത് പഠിപ്പിക്കണ്ട. ഞാൻ കുറെ കാലമായി സെയിൽസിൽ, നിങ്ങൾ ആരല്ല കേട്ടോ, എൻ്റെ സ്വന്തം കെട്ടിയാൻ. ഞാൻ കുറെ കാലമായിട്ട് സെയിൽസിലുള്ളതാണ്, നീ എന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് സെയിൽസ് അറിയാം. ഞാനൊക്കെ ഇവിടെ വിചാരിച്ചാൽ ഇവിടെ തൂക്കി വാരുന്ന്. 4 പ്രസന്റേഷൻ കൊടുത്തു. 5ാമത്തെ പ്രസന്റേഷനിൽ വന്നു, ഈ പരിപാടി ഇവിടെ എന്ത് ചെയ്യില്ല, നടക്കൂല, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. ഈ പരിപാടി ഇവിടെ നടക്കൂല, എന്നെ കൊണ്ട് പറ്റൂല, നീ തന്നെ നോക്കിക്കോ എന്ന് എന്ത് ചെയ്തു പറഞ്ഞു. ഇവിടെ അപ്പൊ എനിക്കെല്ലാം അറിയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല അല്ലെ? നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മേഖലയിൽ, ചിലപ്പോൾ ഒരു ഫാബ്രിക്കേഷൻ വർക്കിൽ ഇരിക്കുന്ന ഒരാൾ ആ മേഖലയിൽ വളരെ പ്രാവീണ്യമുള്ള ആളായിരിക്കും. എന്നോട് എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ട്, ഫാബ്രിക്കേഷൻ വർക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ നിങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഫാബ്രിക്കേഷൻ അളവെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ പറയാതെ വരുമോ? അല്ല, പൈസ നമ്മൾ പ്ലാനും ഇതൊക്കെ അവർ കൊടുക്കും. പൈസ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആര് പറയണം? ജെസ്സിറ മാഡം വിളിച്ച് പറയണം. അപ്പൊ അതെന്താ, നിങ്ങൾ ഫാബ്രിക്കേഷൻ വർക്ക് പോകുമ്പോൾ അളവെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന മെറ്റീരിയൽ ആണ്, ഇത്ര രൂപയാവുമെന്ന് പറഞ്ഞിട്ട് പൈസയും അഡ്വാൻസും വാങ്ങിയിട്ടല്ലേ സാറേ വരിക? അതെ. അപ്പൊ അതേ സാധനം ഇവിടെ പ്രാവർത്തികമാക്കിയാൽ എന്താ കുഴപ്പമുണ്ടാവുന്നേ? അല്ല, അത് വേറെ ഇത് വേറെ, അങ്ങനെ ഇല്ല. ഒക്കെ ഒരേ സാധനം തന്നെയാണ്. വിൽക്കുന്ന സാധനം മാത്രമേ എന്തുള്ളൂ, വ്യത്യാസമുള്ളൂ. ഓട്ടോറിക്ഷ കയറി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോ ചാർജ് ചോദിക്കാൻ നിങ്ങളെ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ബസ്സിൽ കയറുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ മറ്റേ KSRTC ഡ്രൈവർ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണോ ടിക്കറ്റിന്റെ ചാർജ് പറയുന്നത്? ഇന്ന സ്ഥലത്തേക്ക് ഇത്ര രൂപ, നിങ്ങളുടെ കയ്യിൽ പൈസ അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ എന്നല്ലേ പറയാ? വേറെ എല്ലാ ഭാഗത്തും പൈസ ചോദിക്കാനും അതിന്റെ സർവീസ് ചാർജ് ചോദിക്കാനും, ഈവൻ ഡോക്ടർമാരടക്കമുള്ള ആളുകൾ, നിങ്ങൾ നോക്കിയാൽ മതി, പൈസ ഉണ്ടെങ്കിലേ ചികിത്സിക്കൂ. അതിനിപ്പോ നിങ്ങൾ നാളെ മറ്റന്നാൾ അത് ചെയ്തില്ലെങ്കിൽ മരിക്കുന്ന ഉറപ്പുണ്ടെങ്കിലും പൈസ കെട്ടിവെച്ചാലേ ചികിത്സിക്കൂ. അപ്പൊ നമുക്കിത് ഇന്നതാണ്, ഇത്രയാണ്, ഇത് ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വരുമാനം കിട്ടും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ആ കമ്പാരിസൺ കൊടുക്കാൻ പറ്റണം അല്ലേ? ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വിന്നിങ് സ്ട്രാറ്റജി കൂടി ഉണ്ടാവണം അല്ലേ? കമ്പനി നമുക്കിപ്പോ ഒരു കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്തിനാ ഈ കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലക്കിയസ്റ്റ് ഫെല്ലോ, ഞാനൊരു SR ആയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് ഇന്നലെ തോന്നി. എന്താ, റൈറ്റ് ലെഫ്റ്റ് 100 വെച്ചാൽ മതി. റൈറ്റ് ലെഫ്റ്റ് 100 വെച്ചാൽ ക്രൂസർഷിപ്പ് പോവുക ഒരു 12 ദിവസം കൊണ്ട്. അതൊരു ZSM ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 2800 SV വേണം അല്ലെ? 10-12 ദിവസം കൊണ്ട്. അതിന്റെ എബോ ഉള്ള ആളുകളാണെങ്കിൽ അല്ലെ, ഒരു SR ആയാൽ 100 SV വിചാരിച്ചിട്ട് ഞാനും ക്രൂസർഷിപ്പ് അച്ചീവ് ചെയ്തേ കണ്ടിരിക്കായിരുന്നു. ഒരു 12 ദിവസം കൂടെ റൈറ്റ് ഒരു 100, ലെഫ്റ്റ് ഒരു 100, 2000 രൂപ അക്കൗണ്ടിലും കയറി, 2 ടീം ഡെവലപ്പ് ചെയ്യാനുള്ള ആളുകളെയും കിട്ടി, ക്രൂസർഷിപ്പും പോവാ, വന്ന 2 ചങ്കുകളെയും കൊണ്ട് 100 SV മാച്ച് ചെയ്താൽ ഗ്രൂപ്പ് ആയിട്ട് എന്ത് ചെയ്യാ, OC അടിച്ച് നമുക്ക് എവിടേക്ക് പോവാ, ക്രൂസർഷിപ്പ് പോവാ അല്ലെ? പകരം ഇവളോട് പറയാൻ പറ്റില്ല, അവളോട് പറയാൻ പറ്റില്ല, ഇവൾ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എടുക്കുക. ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ നിന്നോളാം. ഒരു 12 ദിവസം കൊണ്ട് ഒരു 60 പ്രസന്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഡെയിലി 5 എണ്ണം വെച്ചിട്ട് ഒരു 60 പ്രസന്റേഷൻ കൊടുക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങളും നിങ്ങളുടെ കൂടെ ആദ്യം വിശ്വസിച്ച് വന്ന ആളുകളും കൂടി ഒന്നിച്ച് ക്രൂസർഷിപ്പ് പോവാ. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളുടെ നാട്ടുകാർ അവിടെ ഇളകും. പ്രത്യേകിച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആളുകൾ, കുറ്റം പറഞ്ഞ ആളുകൾ ഞാനും വരുന്നുണ്ട് പറയും അല്ലെ? നിങ്ങളും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അടുത്ത റാങ്കുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് വരുന്നതാ നെക്സോറയുടെ പ്രോഗ്രാം വരുന്നുണ്ട് അടുത്തത് അല്ലെ? അടിപൊളിയായിട്ട് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഞാനത് പറയുന്നില്ല, കുറച്ചൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടു. അത് ഒഫീഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും അല്ലെ? ആഞ്ഞങ്ങോട്ട് പിടിക്കുന്ന സമയത്ത് ആരെയും നോക്കണ്ട, നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, ചെയ്യുന്നവർ ചെയ്തോട്ടെ.
രക്ഷപ്പെടാൻ യോഗമുള്ളവനും കോടീശ്വരനാവാൻ യോഗമുള്ളവനും ഇവിടെ കടിച്ചും പിടിച്ചും ഇടിച്ചും എന്ത് ചെയ്തോളും, നിന്നോളും. അങ്ങനെ നിൽക്കുന്ന ആളുകൾ വെറുതെ ഇന്ന് സ്വപ്ന മാമും സവിത മാമും സന്ധ്യ മാഡവും അല്ലെങ്കിൽ വസന്ത സാറും മറ്റു ടീമിലുള്ള ആളുകളും ഇപ്പൊ ചക്രവർത്തി സാറും അവരും ഇവരും ഒക്കെ എല്ലാവരും ഈ 5 ലക്ഷവും 50 ലക്ഷവും 1 കോടിയും ഒക്കെ ചുമ്മാ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ വാങ്ങിയതല്ല. അവർക്ക് അവിടെ ഒരു വിന്നിങ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. നമുക്ക് എത്ര ആൾക്കാർ വിന്നിങ് സ്ട്രാറ്റജി ഉണ്ട്? അടുത്ത ഒരാഴ്ച നിങ്ങൾ ഫിജിക്കാട്ടിൽ എന്താ ചെയ്യാൻ പോണത്? രാവിലെ എണീക്കുന്നു, 7am കേൾക്കുന്നു, BOP കേൾക്കുന്നു, കിടന്നുറങ്ങുന്നു, 7am കേൾക്കുന്നു, BOP കേൾക്കുന്നു, കിടന്നുറങ്ങുന്നു, 7am കേൾക്കുന്നു, BOP കിടക്കുന്നു, കിടന്നുറങ്ങുന്നു. അതിന്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ ഒരാളോട് പറയാം. ഇതാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എവിടെ ഉണ്ടാവില്ല, അവിടെ ഒരു വിന്നിങ് സ്ട്രാറ്റജി ഉണ്ടാവും അല്ലേ? അടുത്ത ഒരാഴ്ചകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, പുതുതായിട്ട് എന്ത് പഠിക്കാൻ പോകുന്നു, പുതുതായിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാമെന്ന് ഒരാഴ്ചത്തെ ഷെഡ്യൂൾ നമുക്ക് വേണം. ഒരാഴ്ച, ആദ്യം ഒരാഴ്ചക്ക് പ്രിപ്പയർ ചെയ്യുക, പിന്നെ പിറ്റത്തെ ആഴ്ച, ഇനി പിറ്റത്തെ ആഴ്ച, അങ്ങനെ 1 മാസം ഞാൻ എന്താണ് ഈ ബിസിനസ് ചെയ്യാൻ പോകുന്നത്. ഇതാരും നമുക്ക് വന്ന് പറഞ്ഞൊന്നും തരൂല കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം. അത് ഉറപ്പായിട്ടും ആരും വന്ന് എന്ത് ചെയ്യില്ല, പറഞ്ഞു തരില്ല. നിങ്ങളുടെ ഓരോ സെയിൽസ് മാനേജർ വന്നിട്ട് രമ്യ മാഡം ഈ ആഴ്ച നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് എന്നോ, റസേബി മാഡം ഈ ആഴ്ച നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, രാജു സാറേ നിങ്ങൾ ഈ ആഴ്ച എന്താ പഠിക്കണം എന്ന് ആര് പറഞ്ഞിട്ടില്ല? നിങ്ങളുടെ സെയിൽസ് മാനേജർ വന്ന് പറയില്ല. അത് രാജു സാറിനെ അറിയുള്ളൂ. രാജു സാറിന് എന്തൊക്കെ അറിയില്ല. വന്ന് ഒരാഴ്ചൻ്റെ ഉള്ളിൽ പ്ലാൻ പഠിക്കുക. ഒരൊറ്റ ആഴ്ചൻ്റെ ഉള്ളിൽ ടാഗ് ഇല്ലാത്ത ഒരു ടാഗ് വാങ്ങുക, ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റുക, സംസാരിക്കുന്ന രീതി മാറ്റുക. നമ്മൾ ഹാഷ് ബൂഷായിട്ട് സംസാരിക്കണം എന്നല്ല പറയുക. നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേം ഉണ്ട്. ഈ ജോയിൻ ചെയ്യുക, ചേർക്കുക, വരിക, ഇതിനൊക്കെ പകരം നമ്മളിവിടെ പാർട്ട്ണർഷിപ്പാണ് കിട്ടുന്നത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പറയാം അല്ലേ? നമുക്ക് ബോച്ചയുടെ കൂടെ എന്താണ് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആളുകൾക്ക് നമ്മുടെ ചേഞ്ച് മനസ്സിലാവും. നമ്മൾ നല്ല ഡ്രസ്സിങ് സ്റ്റൈൽ മനസ്സിലാവും അല്ലേ? ഇനി അവളെ എല്ലാ ദിവസവും അതാ ബുധനാഴ്ച എണീറ്റ് പോണു എന്ന് പറയുമ്പോൾ കഴുത്തിലൊരു ടാഗ് ഇട്ടിട്ട് വേണം വരാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പൊ എവിടേക്കാ പോണെന്ന് നാട്ടുകാരോടും മറ്റുള്ള ആളുകളോടും പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൃത്യമായിട്ടൊരു 10 ദിവസം 10 BOPക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ 11ാമത്തെ BOPയിൽ അവിടെ ഒരു മൊമെന്റ് പിടിച്ച് നിൽക്കുന്ന സ്റ്റാറ്റസും വീഡിയോ നിങ്ങൾക്ക് നാട്ടുകാർക്ക് കാണിക്കാൻ പറ്റും അല്ലേ? അങ്ങനെയാണെങ്കിലാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് സക്സസ് ആവാൻ പറ്റുള്ളൂ അല്ലേ? ഇനി ഇതിനോടൊപ്പം വേറൊരു സാധനം ഉണ്ട്. പൈസ വന്ന് തുടങ്ങുന്ന സമയത്ത് വരുന്ന ഒരു അഹങ്കാരം. ഈ സാധനത്തിന് പകരം നമുക്ക് പൈസ വന്ന് തുടങ്ങുന്ന സമയത്ത് വരേണ്ട ഒരു സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് നന്ദി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണേ, എൻ്റെ ടീമിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു ലീഡർ, ആൾക്ക് ഒരു മാസം 45,000-ന് മീതെ വരുമാനം കിട്ടിയായിരുന്നു ഒരു മാസം. അതിന്റെ പിറ്റത്തെ മാസം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു 32,000 ആയി. അപ്പൊ ഞാൻ ചോദിച്ചു, മാഡം ഈ മാസം എത്ര വരുമാനമുണ്ട്? എന്തായാലും എൻ്റെ ഡൗൺലൈൻ ആണ്, എനിക്ക് അറിയാൻ പറ്റും എത്ര വരുമാനം ഉണ്ട് ചോദിച്ചപ്പോ, മാം എനിക്ക് ആകെ 32,000 കിട്ടിയുള്ളൂ എന്ന്. 32,000 കിട്ടിയുള്ളൂ എന്ന്. അത് പോസ്റ്റർ അടിക്കാൻ പറ്റൂല മാഡം, കഴിഞ്ഞ പ്രാവശ്യം 45,000 കിട്ടിയാണ്, ഈ മാസം കുറഞ്ഞു എന്ന് വിചാരിക്കില്ലേ പാർട്ട്നേഴ്സ് എന്ന്. ഞാൻ ചോദിച്ചു, സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് 32,000 രൂപ വീട്ടിലിരുന്നാൽ കിട്ടുമോ മാഡം? ഇല്ല അല്ലേ? ടീം മെമ്പേഴ്സിന് ബോധ്യപ്പെടുത്തൽ മാത്രമല്ല അല്ലേ, ഒരു 32,000-ന് വിലയില്ലേ? 200 രൂപയ്ക്ക് വിലയില്ലേ? 500 രൂപയ്ക്ക് വിലയില്ലേ? 1000 രൂപയ്ക്ക് വിലയില്ലേ? ഫിജിക്കാർട്ടിൽ നിന്ന് കിട്ടുന്നത് 1 രൂപയാണെങ്കിൽ പോലും എനിക്ക് നല്ല വിലയുണ്ട്. കാരണം 50 രൂപ എടുക്കാനില്ലാത്ത ഒരു സമയത്ത് വളരെ കൃത്യമായിട്ട് 450 രൂപ എൻ്റെ അക്കൗണ്ടിൽ തന്നിട്ടുള്ള ഒരു ബിസിനസ് അവസരം ഉണ്ടെങ്കിൽ അത് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ്സാണ്. എനിക്ക് എപ്പോഴൊക്കെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് അത് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ്സാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 100 രൂപയാണെങ്കിലും 200 രൂപയാണെങ്കിലും 10 രൂപയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ പണിയെടുത്ത് നമ്മുടെ ടീം സെയിൽസ് വെച്ച് നമ്മൾ അതിൽ എഫേർട്ട് എടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വരുമാനമാണ്. നന്ദി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ബിസിനസ്സിൽ. കാരണം നമ്മൾ എത്രത്തോളം നന്ദിയോട് കൂടിയിട്ട് ഈ ബിസിനസ്സിനെയും ഇതിന്ന് കിട്ടുന്ന പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ ഇതിന്ന് കിട്ടുന്ന സാധനങ്ങളെയും എത്ര നന്ദിയോട് കൂടിയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നോ അത്രത്തോളം നമുക്ക് എന്ത് വരും, ഇതിൽ നിന്ന് വീണ്ടും 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 കിട്ടാനുള്ള യോഗം ഉണ്ടാവും. പകരം ഞാൻ ഈ റാങ്കിലെത്തി എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ എന്ന് പറയുന്ന വെച്ചാൽ ഒന്ന് ആലോചിച്ചൊക്കെ, 2,000 രൂപയുടെ ഒരാവശ്യം നമുക്കുണ്ട്. 1,500 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി 500 വേണ്ടൂ. 1,500 കിട്ടിയല്ലോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. പകരം 2,000 രൂപ വേണം
Recording in progress. സോറി, ചെറുതായിട്ട് എന്തോ ഒരു ഇഷ്യൂ വന്നു. 2000 രൂപ വേണമായിരുന്നു, എനിക്കതിൽ 1500 കിട്ടിയുള്ളൂ എന്ന് പറയുന്നതിന് പകരം എനിക്കതിൽ 1500 കിട്ടി, ഇനി 500 വേണ്ടു അല്ലേ? നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. നിങ്ങൾ എന്ന് ഞാൻ രണ്ടാമത് പറയുന്ന പോലെ ചിന്തിക്കാൻ തുടങ്ങുന്നു, അന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ സെൽഫായിട്ട് പ്രൊമോട്ട് ചെയ്യാം. നിങ്ങളൊരു പുതിയ സാധനം ഒന്ന് പഠിച്ചു എന്ന് വിചാരിച്ചോ, പ്രൊമോട്ട് അല്ലേ? നിങ്ങൾ പുതിയൊരു സാധനം പഠിച്ചു, നിങ്ങൾ പുതിയൊരു ചിന്ത പഠിച്ചു, പുതിയൊരു തോട്ട് പഠിച്ചു, പുതിയൊരു മാറ്റം നിങ്ങൾക്കുണ്ടായി, പ്രൊമോട്ട് ചെയ്യുക. ബ്രാൻഡിങ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സെൽഫ് ബ്രാൻഡ് ചെയ്തുകൊണ്ട്, സെൽഫ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, നന്നായി ബിസിനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട്, കൂടെ വന്ന ആളുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട്, അപ്ലൈൻ ലീഡറുടെ കൂട്ടുപിടിച്ചുകൊണ്ട്, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട്, പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ വലിയൊരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ ഓരോരുത്തർക്കും സാധിക്കട്ടെ. നാളുകളിൽ വലിയ വലിയ ലീഡേഴ്സായി നമുക്ക് നാളെ വലിയൊരു നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഇന്ത്യയിലെ ഞാൻ രാവിലെ കാണുന്നത് ജിഷാദ് ബക്കറിന്റെ ഒരു വീഡിയോ ആണ്. അതിൽ പറഞ്ഞത് സൗത്ത് ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും കൂടുതൽ കൺസിസ്റ്റന്റ് വരുമാനം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ അദ്ദേഹം. നാളുകളിൽ ഏറ്റവും കൂടുതൽ കൺസിസ്റ്റന്റ് വരുമാനം വാങ്ങിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിലെ മെമ്പേഴ്സ് ആണ് ഫിജിക്കാർട്ടിലെ ഓരോ അഫിലിയേറ്റും എന്ന നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഇന്ന് നിലവിലുള്ള എല്ലാ ആളുകളും ഏറ്റവും കൂടുതൽ ഏറ്റവും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ക്വിറ്റ് ചെയ്യാതെ കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളത്തെ ഏറ്റവും വലിയ ലീഡേഴ്സും ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു മേഖലയും ഒരു കമ്പനിയും ഫിജിക്കാർട്ടും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആള് ബോച്ചയുമായിരിക്കും. അതിനുള്ള ഊർജവും ആരോഗ്യവും സമ്പത്തും എല്ലാം ദൈവം എല്ലാവർക്കും അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിസ് ഇസ് ജസീറ, സോണൽ സെയിൽസ് മാനേജർ ഓഫ് fijicart.com. താങ്ക് യു. Recording stopped. താങ്ക് യു ജിസിറ. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അല്ലെ, കറക്റ്റ് ഫോളോ അപ്പിന്റെ കാര്യം, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഓരോ രീതിയും എങ്ങനെ വരണം, ഓരോരോ ആൾക്കാർ ഫോളോ അപ്പ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് കറക്റ്റായി പറഞ്ഞു തന്നു. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ ഫീഡ്ബാക്ക് പറയുന്നതിന് വേണ്ടി ഹരിത മാം. ഹരിത മാമിനെ ക്ഷണിച്ചോളുന്നു. താങ്ക് യു രാധ മാം. ഈ 7am എനിക്കൊരു ഫീഡ്ബാക്ക് പറയാനൊരു അവസരം തന്നതിൽ വളരെയധികം സന്തോഷം. എൻ്റെ പേര് ഹരിത, ഞാൻ കമ്പനിയിൽ SR ആയിട്ട് വർക്ക് ചെയ്യുന്നു. മാമിൻ്റെ MC വളരെ നന്നായിരുന്നു. മാമിൻ്റെ കുറച്ച് എക്സ്പീരിയൻസിലൂടെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ജസീറ മാം നമ്മളുടെയൊക്കെ പവർഫുൾ ലീഡർ തന്നെയാണ്. അത് ഓരോ പ്രാവശ്യം മാമിൻ്റെ ഓരോ സെഷൻസിലൂടെയും
പിന്നെ ട്രെയിനിങ്ങിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യണ ഓരോരോ ഗ്രൂപ്പുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഞാനും ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, ഞാനും ഈ മിസ്റ്റേക്ക് അല്ലേ ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു പവർഫുൾ സെഷൻ തന്നെയാണ് ഇന്ന് നമുക്ക് ജെസിറ മാം തന്നിട്ടുള്ളത്. താങ്ക് യു ജെസിറ മാം. പിന്നെ ജെസിറ മാം നമുക്ക് ഇനി വരുന്ന നമ്മളെ കമ്പനിയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇനി വരുന്ന കോണ്ടാക്റ്റുകളെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു. അപ്പൊ SR-കൾക്കാണ് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് റസിയാബി മാം. വെൽക്കം മാം. റസിയാബി മാം. രാധ മാഡം കോ-ഹോസ്റ്റ് ചെയ്യൂ. രാധ മാഡം. ഓക്കെ. 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 വളരെ ഹാപ്പി. അപ്പൊ എന്റെ പേര് റസിയാബി എന്നാണ്. ഞാൻ കുറച്ച് നാളായിട്ടുള്ള ഇതിൽ വന്നിട്ട്, എന്നാലും വളരെ വളരെ ഒരു തിരിച്ചറിവ് നമുക്ക് അറിയാനും തിരിച്ചറിവ് തരാനും വളരെ ഒരു സൗമ്യതയോടെ കൂടെയുള്ള ജസീറ മാഡത്തിന്റെ വളരെ നല്ലൊരു പെർഫെക്റ്റ് ആയൊരു സാധനമായിരുന്നു. വളരെ വളരെ സന്തോഷം. എനിക്കതിലൊരു എനിക്കൊരു ഫീഡ്ബാക്ക് പറയാനായിട്ട് തന്നതിലും വളരെ വളരെ സന്തോഷം. അതേപോലെ മാഡത്തിന്റെ പേരോട് എനിക്കറിയില്ല, അതിന് മാഡം അതൊരു ചെറിയ ഇത് ചെയ്തതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ജസീറ മാഡം പറഞ്ഞു അത്ര നല്ലൊരു പെർഫെക്റ്റ് ഉള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്. കാരണം കുറെ ഏതാൾക്കാർക്കും തിരിച്ചറിവ് അതായത് കറക്റ്റ് ആയിട്ട് വളരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകാനും ഇതിൽ തിരിച്ചറിവ് തന്നെ നേടിയെടുക്കാനും അറിവും തിരിച്ചറിവും നേടിയെടുക്കാനും അതിൽ വളരെ ഒരു സന്തോഷത്തോടെ കൂടി ഇതിൽ ഫീഡ്ബാക്ക് പറയാൻ അങ്ങനെ ക്ഷണിച്ചതിലും വളരെ വളരെ നന്ദി. താങ്ക് യു. രാജു സാർ. അടുത്തതായി ഫീഡ്ബാക്ക് പറയുന്നതിന് രാജു സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. രാധ മാഡം കോ-ഹോസ്റ്റ് ചെയ്യണം മാഡം, എന്നാലാണ് അവർക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ സാർ, കണ്ടിന്യൂ ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ടീം റിവൈവിൽ നിന്ന് രാജുവാണ്. കുറേ സമയമായിട്ട് അഡ്മ്യൂട്ട് ആകാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു 7am മെഗാ 7am വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയായിരുന്നു. അതിൽ MC ചെയ്ത രാധ മാഡം നിലവിൽ കമ്പനിയുടെ സെയിൽസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെ നല്ല രീതിയിൽ നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പങ്കുവെക്കുകയും എല്ലാ രീതിയിലും വളരെ നല്ല നല്ലൊരു
പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഫീഡ്ബാക്ക് സെക്ഷനും കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന രാധാ മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ ഇന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന ജസീറ മാഡം നിലവിൽ കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. ആദ്യം തന്നെ മാഡം പഠിച്ച കാര്യത്തെ പറ്റി, പഠിക്കുന്ന സമയത്തെ പറ്റിയും അതിനുശേഷം പഠിച്ച് ജോലി ആയതിനെ പറ്റിയും ജോലിയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും, അപ്പം ഈ ഫിജിക്കാട്ട് വന്നതിന് ശേഷം മാഡത്തിലുണ്ടായ മാറ്റങ്ങളെ പറ്റിയൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ ഇവിടെ പറഞ്ഞു തന്നു. എല്ലാത്തിനും ഉപരി നമ്മൾ ഈ കൺസെപ്റ്റില് അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പോരായ്ക എന്തൊക്കെയാണെന്നും അതിനെ ഏത് രീതിയിലൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാലാണ് നമുക്കൊരു ജീവിത വിജയം ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയൊക്കെ വളരെ നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു അത്. സത്യം പറഞ്ഞാൽ ഒരു കോളേജിൽ നമ്മൾ പിന്നെ ഒരു സ്റ്റുഡൻ്റായിട്ട് അറ്റൻഡ് ചെയ്ത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എല്ലാം മാഡം ഇതിനകത്ത് ഏറ്റവും രത്ന ചുരുക്കമായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാം മൈൻഡിന്റെ കളിയാണ്. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്താൽ നമുക്ക് എല്ലാ രീതിയിലും ഇവിടെ വിജയിക്കാനൊക്കും. കാര്യം ഇവിടെ ഒരിക്കലും ഒരുത്തരും നമ്മളോട് നിങ്ങൾ നല്ല ഒരു പ്രവൃത്തിയാണ്, താങ്ക് യു, നിങ്ങൾ ഏതായാലും നല്ലൊരു കമ്പനിയിലാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് എല്ലാവിധ ആശീർവാദങ്ങളും പറയുന്നു എന്നും പറഞ്ഞ് ഇവിടെ ഒരിക്കലും ഒരുത്തരും നമ്മളെ ഒരു പിന്നെ പ്രോത്സാഹനം തരാൻ വരികയില്ല. ഇവിടെ നമുക്ക് നെഗറ്റീവുകൾ മാത്രമേ കിട്ടത്തുള്ളൂ. അതിനെ ഏത് രീതിയിൽ അതിജീവിച്ച് മുന്നോട്ട് പോയാലാണ് നമുക്ക് ഒരു വിജയം കരസ്ഥമാക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യം A to Z വളരെ വ്യക്തമായ രീതിയിൽ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ചിന്ത, പ്രവർത്തനം, വാക്കുകൾ ഇതെല്ലാം നമ്മൾ വളരെ വ്യക്തമായ രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് പ്രസന്റേഷൻ കൊടുക്കാൻ പോകുമ്പം ദി ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ ഏത് രീതിയിലായിരിക്കണം നമ്മൾ പോകേണ്ടത്, നമ്മുടെ പിന്നെ ടേൺ ഔട്ട് എങ്ങനെ ആയിരിക്കണം, അവിടെ ചെന്നാൽ അവർക്ക് എന്താണോ ആവശ്യം അതേ രീതിയിൽ നമുക്കൊരു പ്രസന്റേഷൻ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അതേ രീതിയിൽ നമ്മൾ പ്രസന്റേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാ രീതിയിലും വളരെ നല്ല ഒരു പിന്നെ ആദ്യ അവസാനം വളരെ നല്ല രീതിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതെല്ലാം രീതിയിൽ പ്രസന്റേഷൻ കൊടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം വളരെ വിശദമായിട്ട് തന്ന ഒരു ക്ലാസ് തന്നെയായിരുന്നു. ഇത്രയും നല്ലൊരു ഗസ്റ്റ് റോൾ അവതരിപ്പിച്ച നമ്മുടെ ജസീറ മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ MC ചെയ്ത രാധാ മാഡത്തിനും, അതുപോലെ തന്നെ എനിക്ക് ഇത്രയും വലിയൊരു സെക്ഷനിലൊരു ഫീഡ്ബാക്ക് പറയാൻ അവസരം തന്ന എല്ലാ ലീഡേഴ്സിനും ഞാൻ ഒരു അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു സർ. നെക്സ്റ്റ് നമുക്ക് സുചിത്ര മാഡത്തിനെ വെൽക്കം ചെയ്യാം. വെൽക്കം മാം. ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് സുചിത്ര ആണ്. ഞാൻ ചെന്നൈയിലാണ്. എൻ്റെ ലീഡർ വന്നിട്ട് ശ്രീജ മാം ആണ്. ആക്ച്വലി ഇന്നത്തെ MC തന്ന രാധാ മാം, റിയലി വാം വെൽക്കം. അതുപോലെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ റിയലി എല്ലാവർക്കും ഉള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഓരോരോ ആളുടെയും ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഫ്യൂച്ചറിൽ ഇതൊക്കെ നമ്മളത് നേരിടുമ്പോൾ ഓക്കെ രാധാ മാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഇന്ന് ചീഫ് ഗസ്റ്റായി വന്ന ജയരാ മാഡത്തിന്റെ റിയലി ഹാറ്റ്സ് ഓഫ് ടു യു മാം. എനിക്കിതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിലൊക്കെ ആയിട്ട്. റിയലി അവരുടെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ നമ്മൾക്ക് ഇനി എന്തൊക്കെയാ പ്രശ്നം വന്നാലും ഇതൊക്കെ ഓർത്തെടുത്താൽ മതി, ഇതൊരു പ്രശ്നമേ അല്ല പറഞ്ഞിട്ട്
നമുക്കത് കടന്നു പോവാം. അത്രയ്ക്കുള്ള എക്സ്പീരിയൻസ് ആണ് മാം തന്നിരിക്കുന്നത് ഇന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന് മാം. രണ്ടാമത്തെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു കൊച്ചു കുട്ടികൾക്ക് പറയണ മാതിരിയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. റിയലി നമ്മൾ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മളൊരു ക്ലയന്റിനെ പോയി നോക്കാൻ പോകുമ്പോൾ അവർക്ക് ഇവർ പറഞ്ഞു തന്നതൊക്കെ പറഞ്ഞാൽ മതി, നമുക്ക് വേഗം സൈൻ അപ്പ് ആവും എന്നുള്ള ഒരു മോട്ടീവാണ്. റിയലി വണ്ടർഫുൾ, എന്താ പറയാ, ഒരു എനർജറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന്. ഹാറ്റ്സ് ഓഫ് ടു യു മാം. റിയലി താങ്ക്സ് ഫോർ യുവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയത്. ഇങ്ങനത്തെ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് നമ്മൾ എഴുതി വെച്ചാൽ തന്നെ നമ്മൾക്ക് പകുതി വിജയം റെഡിയായി എന്നാണ് തോന്നുന്നത്. ഇറ്റ്സ് മൈ വിഷ്. ഞാൻ എൻ്റെ ഒപ്പീനിയൻ ആണ് പറഞ്ഞ്. എനിവേ, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സെക്ഷൻ. റിയലി ഐ താങ്ക് എവ്രി വൺ. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു മാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നാസർ സാറിനെ വെൽക്കം ചെയ്യുന്നു. ഒരാൾക്ക് കൂടെയാണ്, ടൈം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വെൽക്കം സാർ. ഗുഡ് മോർണിംഗ് ഓൾ. കേൾക്കുന്നുണ്ടോ? ഓക്കെയാണ് സാർ, കണ്ടിന്യൂ ചെയ്തോ. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ ഇന്നത്തെ നമ്മുടെ 7am ക്ലബ്ബ് നല്ലൊരു വണ്ടർഫുൾ സെക്ഷൻ ആയിരുന്നു. കാരണം കുറച്ച് നാളുകളായിട്ട് ജസീറ മാം ഇങ്ങനെ 7am വരവൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് മാം വളരെ നല്ല രീതിയിൽ ഒരു മോട്ടീവായ ഒരു ക്ലാസ് ആണ് ഇന്ന് മാം എടുത്ത് എല്ലാവർക്കും കൂടി തന്നിരിക്കുന്നത്. കാരണം ഒരു ഫിജിക്കാട്ടിൽ എങ്ങനെ നമ്മൾക്ക് വർക്ക് ചെയ്ത് എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കി തരാം, എടുക്കാം, നമുക്ക് നേടിയെടുക്കാൻ എങ്ങനെ ഏതെല്ലാം വഴികളിൽ കൂടെയാണ് നമ്മൾക്ക് വരുമാനം കിട്ടുന്നത്, എല്ലാ വിവരങ്ങളും വളരെ കൃത്യമായിട്ട് മാം പറഞ്ഞു. അപ്പൊ ഇന്നത്തെ നമ്മളെ MC ചെയ്ത രാധാ മാം നല്ലൊരു MC ആയിരുന്നു. MC എന്ന് പറയുന്നത് ഏതൊരു പ്രോഗ്രാമിന്റെയും ബ്യൂട്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ MC ആണ്. അത് മാം ആ പ്രോഗ്രാം തീരുന്നത് വരെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. അതുപോലെ തന്നെ ജസീറ മാം ഒരു അറിവിന്റെ ഒരു കലവറയാണ്. കാരണം പാലക്കാട് ഏരിയയിൽ ഫിജിക്കാട്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ മഹത്തായ ഈ പ്രസ്ഥാനം അത് വളരെ നല്ല രീതിയിൽ, അതായത് സാധാരണക്കാർക്ക് വരുമാനം എത്തിച്ചുകൊണ്ട്, അതായത് എനിക്കും വരുമാനം കിട്ടുമ്പോൾ അതിലൊരു ഓഹരി എൻ്റെ ഡൗൺലൈൻ പാർട്ട്നേഴ്സിന് നേടിക്കൊടുത്ത് മുന്നോട്ട് പോകുന്ന നല്ലൊരു ഗ്രേറ്റ് ലീഡറാണ് ജസീറ മാം. ജസീറ മാം എത്രയും പെട്ടെന്ന് 13 റാങ്കുകളും അച്ചീവ് ചെയ്യട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ മാം പറഞ്ഞു ഈ കൺസെപ്റ്റിൽ നമ്മൾ എങ്ങനെ വിജയിക്കും, ഒരു സെയിൽ എങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യും, അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഫിജിക്കാർട്ടിന്റെ മാസ്റ്റർ പ്ലാൻ എല്ലാവരും കാരണം ഇന്ന് വ്യത്യസ്ത രീതിയിലുള്ള ആളുകളാണ്. കാരണം ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു പ്രസന്റേഷൻ കൊടുക്കുന്ന രീതിയല്ല ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു പ്രസന്റേഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് കൊടുക്കുന്ന രീതിയല്ല ഒരു സാധാരണക്കാരായ ഒരാളുടെ അടുത്ത് പ്രസന്റേഷൻ കൊടുക്കുന്നത്. കാരണം നമ്മൾക്ക് നമ്മുടെ ഫിജിക്കാർട്ടിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ അപ്ലൈൻ ലീഡറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ബിഗിനറായ ഒരു വ്യക്തി പോയിട്ട് ഒരു പ്രസന്റേഷൻ കൊടുക്കാൻ പാടുള്ളൂ. എങ്കിലേ നമുക്ക് ആ സെയിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് മാം പറഞ്ഞു. അപ്പൊ ആ കാര്യങ്ങളെല്ലാം 1 by 1 ആയിട്ട് എല്ലാവരും ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക്, അതായത് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ഈ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ ഫിജിക്കാർട്ട്. കാരണം ഫിജിക്കാർട്ടിന്റെ മാസ്റ്റർ പ്ലാനിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ സാറ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. ഈ വക കാര്യങ്ങൾ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം നമുക്ക് ലേണിംഗ് പീരീഡ് ആണ്. 6 മാസം നമ്മൾ
ഇതിനെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേണിംഗ് പീരീഡ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ മാത്രമേ നമ്മൾക്ക് വരുമാനം കുറെ ചെറിയ രീതിയിൽ നമുക്ക് വരുമാനം വരികയുള്ളൂ. അല്ലാണ്ട് ഏതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിലും നമ്മൾ ചെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾക്ക് വരുമാനം കിട്ടില്ല. നമ്മൾ വളരെ നല്ല രീതിയിൽ അതിനെ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മുടെ പിജിക്കാട്ട്. അപ്പൊ ഞാൻ സമയക്കുറവുണ്ട്, അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു ഓൾ. ഇങ്ങനെ എനിക്കൊരു അവസരം തന്ന രാധാ മാമിനും അതേമാതിരി ജസീറ മാമിനും അപ്പൊ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. അപ്പോൾ നമുക്ക് 8:31 ഞാനും ജോലിക്ക് പോകേണ്ട തിരക്കിലാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക് ആയിരുന്നു. നമ്മൾക്ക് ഇനി ഉള്ള ഫീഡ്ബാക്കുകൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ വോയിസ് ആയിട്ട് ചാറ്റ് ചെയ്യാം. അപ്പൊ ജസീറ മാമിലെ നല്ല രീതിയിലായിരുന്നു നമുക്ക് ക്ലാസ് തന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ, അതായത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒരു നെഗറ്റീവ് കേട്ടുകൊണ്ട് ഇതിൽ നിന്നും ഒരിക്കലും പിന്മാറരുത്. അതല്ല നമ്മൾക്കാണ് എന്നുള്ളൊരു തോന്നൽ, അല്ലെ, നമ്മൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള തോന്നൽ കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് വരിക. അപ്പോൾ പുതിയ അച്ചീവ്മെന്റ് ഒക്കെ എത്രയും പെട്ടെന്ന് നിറവേറ്റാൻ പറ്റട്ടെ. അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ. നിറയും